സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ഈ നല്ല ദൈവ സാന്നിധ്യത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഈ സായാഹ്നത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലും സൂമിലുമായൊക്കെ ജോയിനായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമുകളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കുറച്ചധിക വചനം ഇന്ന് നാം ചിന്തിക്കും. ഈ സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലെ യുദ്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ സത്യമാണ്. മനസ്സുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ്റെ മനസ്സുമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ബന്ധം. മനസ്സ് ആ ഒരു വാക്കിനെ കുറിച്ച് തന്നെ വളരെ ആധികാരികമായി പഠിക്കാനുണ്ട്. അത് പറയാനുള്ള സമയം ഇവിടെ ഇല്ല. വളരെ ആഴങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മനസ്സ് എന്ന് പറയുന്നത്. ഈ ശരീരം ഒരു വ്യക്തി ആയിരിക്കുന്നത് പോലെ തന്നെ മനസ്സും ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിത്വമുണ്ട്, മനസ്സിനും ഒരു വ്യക്തിത്വമുണ്ട്. ഈ ശരീരത്തിന് ചില വഴക്കങ്ങൾ ഉള്ളതുപോലെ തന്നെ ശരീരത്തിനും മനസ്സിനും ചില വഴക്കങ്ങളുണ്ട്. ഒരു വാക്ക് എഴുതാൻ വേണ്ടി പേന കൈ കിട്ടിക്കഴിഞ്ഞാൽ പേന എടുക്കുന്നതും വലത് കൈ കൊണ്ടായിരിക്കും, എഴുതുന്നതും വലത് കൈ കൊണ്ടായിരിക്കും. വലത് കൈ കൊണ്ട് എഴുതി ശീലിച്ചവൻ പേന എടുക്കാൻ നീട്ടുന്നതും വലത് കൈയും എഴുതുന്നതും വലത് കൈ കൊണ്ടായിരിക്കും. എന്നതുപോലെ ശരീരത്തിലെ അവയവങ്ങൾ ചില കാര്യങ്ങൾക്ക് വഴങ്ങിയിട്ടുള്ളതുപോലെ മനസ്സും പലപ്പോഴും പല കാര്യങ്ങൾക്കകത്ത് വിശ്വസിച്ചു പോകുകയും മനസ്സ് പല കാര്യങ്ങൾക്കകത്ത് ട്രെയിൻഡ് ആയിരിക്കുകയും മനസ്സ് ചില ശീലങ്ങൾ ക്യാപ്ചർ ചെയ്ത് വെക്കുകയും അതിനകത്തുനിന്ന് തിരുത്തപ്പെടാൻ പലപ്പോഴും വിമുഖത കാണിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് മനസ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതം ജയകരമായിരിക്കണമെങ്കിൽ മനസ്സുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മനസ്സുമായി ബന്ധപ്പെട്ട പ്രതലങ്ങൾക്കകത്ത് ഒരു സൗഖ്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു വ്യക്തിക്ക് സൗഖ്യമാകണം, ശരീര സംബന്ധമായി സൗഖ്യമാകണമെങ്കിൽ പോലും അവൻ മാനസിക സംബന്ധമായി ആദ്യം സൗഖ്യം സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ പോലും അവൻ മനസ്സുമായി ആദ്യം ഒരു പൊരുത്തപ്പെടൽ അവലംബിക്കേണ്ടതും ശേഷം അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാകേണ്ടതുമാണ്. കാരണം മനസ്സ് അതിന് ഒരുക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് വഴുതിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. അതുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങളാണ്. തുടങ്ങിയിട്ട് പോലുമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് മാത്രമല്ല മനസ്സുമായി ബന്ധപ്പെടേണ്ടത്. ഇനി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ഘടകങ്ങളുണ്ട്, അതിൽ മനസ്സിന്റെ സ്ഥാനമുണ്ട്. മനസ്സ് ഏതിനകത്ത് വരുന്നു? ഒരു മനുഷ്യന്റെ 3 പാർട്ടിൽ ഏതിനകത്ത് മനസ്സ് വരുന്നു? ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒത്തിരി സമയമെടുക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു 3 ദിവസത്തെ ആന്തരിക സൗഖ്യ പ്രാർത്ഥന ഇന്നർ ഹീലിംഗ് മീറ്റിംഗ് വെച്ചപ്പോൾ കർത്താവിന്റെ ദാസൻ അതിനകത്തുനിന്ന് ജസ്റ്റ് തൊട്ടുപോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ്. എന്തായാലും നമുക്ക് ഇനി വരും ദിവസങ്ങളിലും അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹീതമായ സ്പെഷ്യൽ മീറ്റിങ്ങുകൾ, ക്ലാസ്സുകളൊക്കെ വയ്ക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഒരു വ്യക്തിയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ വ്യക്തിയാകാം, ഒരു കൂട്ടം വ്യക്തികളാകാം, ഒരു സഭയാകാം, ഒരു സമൂഹമാകാം. ഒരു വ്യക്തിയിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉപയോഗിക്കുന്ന പേരിതാണ് സ്ഥിരമാനസൻ.
ആരാണ് സ്ഥിരമാനസൻ എന്ന് പറയുന്നത്? യു കീപ് ഹിം ഇൻ പെർഫെക്റ്റ് പീസ് whose mind is stayed on you. ദൈവത്തിൽ മനസ്സ് അർപ്പിച്ചിരിക്കുന്നവനെയാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ സ്ഥിരമാനസൻ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ സ്ഥിരമാനസൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ആ വാക്കിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത് the mind stayed on you. The mind on whose mind is stayed on you, that person is called സ്ഥിരമാനസൻ. ദൈവത്തിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് യെശയ്യാ പ്രവാചകൻ സ്ഥിരമാനസൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ഥിരമാനസന്റെ പ്രത്യേകതയും കൂടെ എന്താണെന്ന് നോക്കുക. ആ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഇവിടെ ട്രസ്റ്റ് വന്നിരിക്കുന്നത് അവസാനമാണ്, ആ വിശ്വാസം വന്നിരിക്കുന്നത് അവസാനവും, സമർപ്പണം വന്നിരിക്കുന്നത് ആദ്യവും. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം വരുന്നത്, വിശ്വാസവും എൻ്റെ മനസ്സ് ദൈവത്തിൽ അർപ്പിക്കാനുള്ള തീരുമാനവും കൂടെ ഒരുമിച്ച് കലരുമ്പോഴാണ് എൻ്റെ മനസ്സ് ഞാൻ ദൈവത്തിൽ വിശ്വസിപ്പിക്കുന്നത്. രണ്ടാമതാണ് ഞാൻ പറയുന്നത് ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്ന്. ആദ്യം ഒരു ചിന്ത ഉടലെടുക്കുകയാണ്, ഈ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസം ഉണ്ടാവും. കോമൺ ആയിട്ട് ഞാൻ അങ്ങ് പറയുക, ഒത്തിരി വലിയ തിയറട്ടിക്കലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, കോമൺ ആയിട്ട് പറയുക. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നു, ഞാനൊരു വ്യക്തിയോട് സുവിശേഷം പറയുന്നു. സുവിശേഷം പറയുമ്പോൾ ആദ്യം ഈ മനുഷ്യൻ ഈ കർത്താവിനെ വിശ്വസിച്ചേക്കാം, എന്നിട്ട് ഇയാളുടെ സുവിശേഷം കേൾക്കാം. നോ, അങ്ങനല്ല. അയാൾ കേൾക്കുമ്പോൾ തന്നെ അയാളുടെ ഉള്ളത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫെയ്ത്ത്, ഒരു ട്രസ്റ്റ് ആണ് ഈ കർത്താവിൽ വിശ്വസിച്ചാൽ എന്തോ സംഭവിക്കും എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് അവന് തോന്നുകയും തൽഫലമായി അവൻ എടുക്കുന്ന ഒരു തീരുമാനമാണ് ആ മനസ്സും ചിന്തയും അവനിൽ അർപ്പിക്കാമെന്നുള്ളത്. ഇവിടെ അത് തന്നെയാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. യു കീപ് ഹിം ഇൻ പെർഫെക്റ്റ് പീസ് whose mind is stayed on you. ആരുടെ മനസ്സാണോ നിന്നിൽ അഭയം ചൊല്ലുന്നത്, ആരുടെ വായാണോ നിന്നിൽ അഭയം ചൊല്ലുന്നത്, ആരുടെ ശരീരമാണോ നിന്നിൽ അഭയം ചൊല്ലുന്നത്, ആരുടെ ആത്മാവാണോ നിന്നിൽ അഭയം ചൊല്ലുന്നത്. രണ്ടാമത് ആ വാക്യത്തിനൊരു കോമ ഇട്ടിട്ട് പറയുകയാണ്, അവൻ പൂർണ്ണ സമാധാനത്തോടെ വസിക്കാൻ തുടങ്ങും, അവൻ പൂർണ്ണ സമാധാനത്തോടെ നിലനിൽക്കാൻ തുടങ്ങും. ഇന്ന് രാത്രിയിലും നിങ്ങൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതയിലായിരിക്കുന്നുവെങ്കിൽ, മനസ്സുമായി ബന്ധപ്പെട്ടൊരു സ്വസ്ഥതയില്ലെങ്കിൽ, മാനസികമായി നിങ്ങൾക്കൊരു സന്തോഷമില്ലെങ്കിൽ, മാനസികമായി നിങ്ങൾക്കൊരു ഉയർച്ചയോ ഉണർവും ഇല്ലെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ് പ്രിയപ്പെട്ട കുടുംബമേ. ദൈവാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോടാണ് പറയുന്നത്, സ്ഥിരമാനസൻ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കൊണ്ട്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ സമാധാനത്തോടെ കാക്കുന്നു എന്നല്ല, പൂർണ്ണ സമാധാനത്തോടെ കാക്കുന്നു. ഞാനൊരു ദൂത് പറയട്ടെ, മനസ്സ് കൊടുത്ത വ്യക്തിയെക്കാളും മനസ്സ് സ്വീകരിച്ച വ്യക്തിക്കറിയാം ഈ മനസ്സിന്റെ ഭാരവും വേദനകളും എന്തൊക്കെയാണെന്ന്. മനസ്സ് കൊടുത്തിട്ട് വേണ്ട, താങ്കളുടെ മനസ്സിനകത്തുള്ള ഓരോ ആവലാദികളും വേവലാദികളും അസ്വസ്ഥതകളും രോഗങ്ങളും സംശയങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഓർമ്മകളും സ്വപ്നങ്ങളും ആവശ്യങ്ങളും ഒന്നും ദൈവത്തോട് പറയാൻ. ഇവിടെ യെശയ്യാ പ്രവാചകൻ വിരൽ ചൂണ്ടുന്നത് സ്ഥിരമാനസനെയാണ്. ഈ സ്ഥിരതയുള്ള മനുഷ്യൻ സ്ഥിരതയുള്ള ഒരു ദൈവത്തിന്റെ കയ്യിലേക്ക് ആ മനസ്സ് ഏൽപ്പിക്കുമ്പോൾ ഏറ്റുവാങ്ങുന്ന കർത്താവ് ആദ്യം നോക്കുന്നത് ആ മനസ്സിലേക്കാണ്. ആ മനസ്സ് വായിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതെന്നും കൂടെ പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ മനസ്സ് ഏറ്റുവാങ്ങിയ ദൈവത്തോട് ഇനി നിന്റെ മനസ്സ് തുറക്കേണ്ട കാര്യമില്ല. നിന്റെ മനസ്സ് തുറന്നതുകൊണ്ട് ഈ മനസ്സ് നീ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാൻ തയ്യാറായത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരോടോ സംസാരിക്കുന്നു. നീ പറയുമ്പോഴല്ല കുഞ്ഞെ നിന്റെ വേദന ദൈവം അറിയുന്നത്. താങ്കൾ ചിലത് നിരത്തി വെക്കുമ്പോഴല്ല കർത്താവ് മറുപടി തരുന്നത്. നീ അവനിൽ ആശ്രയം വെക്കുമ്പോഴാ നിന്റെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും കൈവരുന്നത്. Glory to God. സ്ഥിരമാനസൻ നിങ്ങൾ ആശ്രയം വെക്കൊണ്ട് നീ അവനെ
പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഒരു പൂർണ്ണതയുള്ള സമാധാനം, ഒരു പൂർണ്ണതയുള്ള സ്വസ്ഥത, പൂർണ്ണതയുള്ള ഒരു വിടുതൽ, പൂർണ്ണമായ ഒരു സൗഖ്യം, പൂർണ്ണമായ ഒരു ഭൂതശാന്തി, പൂർണ്ണമായ ആരോഗ്യം, ഇതൊക്കെ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് താങ്കളുടെ സ്വപ്നമെന്നുണ്ടെങ്കിൽ, വീടിനകത്തുള്ള പൂർണ്ണമായ സമാധാനം, പ്രാർത്ഥനയ്ക്കകത്തുള്ള പൂർണ്ണമായ ഒരു സ്ഥിരത, പൂർണ്ണമായ ഒരു വിടുതൽ, ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ആശ്രയിക്കാൻ ഏറ്റവും യോഗ്യൻ യേശുവാണ്. വചനം പറയുകയാണ്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. എന്നാൽ ഈ വചനത്തിനകത്ത് മറ്റൊരു മീനിങ് ഉണ്ട്. സ്ഥിരമാനസന്മാർ മാത്രമല്ല ഈ ഭൂമിയിൽ താമസിക്കുന്നത്, അസ്ഥിരമാനസന്മാരും ഈ ഭൂമിയിൽ താമസിക്കുന്നുണ്ട്. സ്ഥിരമായ വിശ്വാസികൾ മാത്രമല്ല നമുക്കിടയിലുള്ളത്, ചഞ്ചലപ്പെടുന്ന ഇരുഹൃദയമുള്ള വിശ്വാസികളും ഈ പക്ഷത്തിന്റെ കൂടെയുണ്ട്. എന്നാൽ ഈ മനസ്സുമായി ഒരു വലിയ യുദ്ധം നേരിടുന്നവനാണ് മനുഷ്യർ. മനസ്സുമായും ബുദ്ധിയുമായും ചിന്തകളായും ഒക്കെ ഒരേ സമയം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുമായി മല്ലയുദ്ധം നടത്തുന്നവനാണ് ഒരു മനുഷ്യൻ. ഒരേ സമയം 20,000-ത്തിലധികം ചിന്തകൾ ഒരു മനുഷ്യന്റെ തലച്ചോറിനകത്തുകൂടി. 20,000 അതെ ആണെന്നാണ് തോന്നുന്നത്, ഉറപ്പില്ല, പക്ഷെ ഞാൻ പറയുകയാണ്, അത്രയും വരെ സംഖ്യയുണ്ട്. ചിന്തകൾ ഒരു മനുഷ്യന്റെ തലച്ചോറിനകത്തുകൂടെ കടന്നു പോകുന്നു എന്നാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത്. എന്തായാലും 100 ചിന്തയ്ക്ക് അപ്പുറമായിട്ട് എന്തായാലും പോകുന്നുണ്ട്. ഒരേ സമയം 100 ചിന്തയ്ക്ക് അപ്പുറം എന്തായാലും കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യനും ആയിരക്കണക്കിന് ചിന്തകളും, ഒരു മനുഷ്യനും ആയിരക്കണക്കിന് ചിന്തകൾ. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഇങ്ങനെ പല ചിന്തകളോടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് തിരുവെഴുത്തിനകത്തുള്ള സത്യത്തെ മുറുകെ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ സ്ഥിരതയുള്ള ഇളകാത്ത ഒരു മനസ്സിനെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം സംസാരിക്കുന്നത്. ഇളകാത്ത മനസ്സുള്ളവർക്ക് ഇളകാത്ത വിശ്വാസം ഉണ്ടാകും. ഇളകാത്ത വിശ്വാസമുള്ളവർക്ക് വ്യതിയാനമില്ലാത്ത ദൈവപ്രവൃത്തികളും ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം പറയുന്നു, സത്യം 31 മുതൽ വായിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന ഉത്തരം പറഞ്ഞു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച യഹൂദന്മാരോടും ശിഷ്യന്മാരോടുമായി യേശു പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ഒരു സ്വാതന്ത്ര്യം. ഞാൻ ഇത്ര കാമായിട്ട് പോകുന്നത് ഇത് പഠിക്കാനുള്ളത് കൊണ്ടാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇതൊരു ഫയർ മീറ്റിംഗ് അല്ല. ഇത് നമുക്കൊരു ഒരു ബോധ്യവും ഒരറിവുമായി കയറേണ്ട ഒരു സബ്ജക്റ്റും ടോപ്പിക്കും ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. യേശു പറഞ്ഞത് ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. യഹൂദന്മാർ തർക്കിക്കുന്നത് അവർ സ്വതന്ത്രരാണെന്ന് പറഞ്ഞിട്ടാണ്. യേശു പറഞ്ഞത് അവർക്ക് ലഭ്യമാകാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഓൾറെഡി സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കകത്ത് തുടരുന്ന യഹൂദന്മാർ പറയുന്നത് ഞാൻ സ്വതന്ത്രനാണ്, പിന്നെ നീ ഇനി ഏത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നാണ്. മനസ്സിലാക്കുക, ഓരോ ദൈവമക്കളും അല്ലെങ്കിൽ ഓരോ പുരുഷനും ഓരോ സ്ത്രീകളും ഇതുപോലുള്ള പല അടിമത്തത്തിനകത്ത് അവർ കിടക്കുമ്പോൾ തന്നെ അവർ പറയുന്നു ഞാൻ സ്വതന്ത്രനാണ്. എന്നാൽ വാസ്തവത്തിൽ വലിയൊരു വടം കാലിന്മേൽ കെട്ടിയിട്ട് അവർ പൂർണ്ണമായും ബന്ധനമറ്റവരും സ്വതന്ത്രരാണ് എന്ന് പറയുന്നതിന് സമമാണ് ഇവിടെ യഹൂദന്മാർ പറയുന്നത്. യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ
വചനം കേൾക്കുന്നവനല്ല, എന്റെ വചനം വിശ്വസിക്കുന്നവനും അല്ല. കേൾക്കുന്നവരും ഈ ഭൂമിയിലുണ്ട്, വിശ്വസിക്കുന്നവരും ഈ ഭൂമിയിലുണ്ട്. പക്ഷെ എല്ലാവരും ദൈവവചനത്തിൽ നിൽക്കുന്നില്ല. എന്നാൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശു പറയുകയാണ്, നിങ്ങൾ വാസ്തവമായും നിങ്ങൾ സ്വതന്ത്രരാകും, അല്ല നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ ശിഷ്യന്മാരാണ് എങ്കിൽ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ സത്യം അറിയാതെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരു പവർ മീറ്റിംഗ് വെച്ചിട്ടോ ഒരു ഹീലിംഗ് മിനിസ്ട്രി വെച്ചിട്ടോ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് വെച്ചിട്ടോ ഒരു കാര്യവും ഇല്ല. ഈ സത്യം നിങ്ങൾ അറിയണം. യേശുവിന്റെ വചനത്തിനകത്ത് നിലനിൽക്കുന്നവനാണ് എപ്പോഴും സ്വാതന്ത്ര്യം ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട സകല മേഖലയിലും ആ സ്വാതന്ത്ര്യം വ്യാപരിക്കാൻ തുടങ്ങും. ആരും വരട്ടെ എന്ന് പറയേണ്ട ആ സ്വാതന്ത്ര്യം, ആരും ഉണ്ടാകട്ടെ എന്ന് പറയേണ്ട ആ സ്വാതന്ത്ര്യം, അത് നടക്കട്ടെ എന്ന് പറയേണ്ട ആ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് ഈ ബോധ്യം നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് നിങ്ങളുടെ വിടുതലിന്റെ ദിവസമായിരിക്കും. തിരുവെഴുത്ത് പറയുകയാണ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോഴവര് പറയുന്നത്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാ, ഭയങ്കര പാരമ്പര്യമുള്ളതാ, ഞങ്ങൾ ഇന്നുവരെ ആർക്കും ദാസന്മാരൊന്നും ആയിട്ടില്ല. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങൾ ആർക്കും ദാസന്മാരായിട്ടില്ല. പക്ഷെ ഓൾറെഡി ഇവിടെ ദാസന്മാരാ, പാപത്തിന് ദാസന്മാരായവരാ ഇതിനകത്ത് ഈ വർത്താനം പറയുന്നേ. ദുർസംശയങ്ങൾക്ക് ദാസന്മാരായവനെ ഈ വർത്താനം പറയുന്നേ. തിരുവെഴുത്തുകളെ കുറിച്ച് ബോധ്യം കിട്ടാത്തവന്മാരാ ഈ വർത്തമാനം പറയുന്നേ. ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സ്വതന്ത്രനാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി. നോ, അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതി എന്ന് എനിക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ ദൈവവചനത്തിൽ നിൽക്കുന്നവനാണ് അബ്രഹാമിന്റെ സന്തതി എന്നും അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ യോഗ്യനെന്നും യേശു പഠിപ്പിക്കുമ്പോൾ ഇവരവിടെ അങ്ങോട്ട് ക്ലൈം ചെയ്യുകയാണ്, അങ്ങോട്ട് ആർഗ്യൂ ചെയ്യുകയാണ്, ഞങ്ങൾ ദാസന്മാരായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് യേശുവേ നീ വീണ്ടും ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്? ഹേ, ഇത് ദൃശ്യമണ്ഡലത്തിലെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. യേശു പറയുന്നത് അദൃശ്യമണ്ഡലങ്ങളിലും അദൃശ്യ മേഖലകളിലും കാണാൻ കഴിയാത്ത മേഖലകളിലും കിടക്കുന്ന ചില കെട്ടുകളുണ്ട്, കാണാൻ കഴിയാത്ത ചില മേഖലകളിൽ കിടക്കുന്ന അടിമത്തങ്ങളുണ്ട്, കാണാൻ കഴിയാത്ത ചില മേഖലകളിൽ, തൊടാൻ കഴിയാത്ത ചില മേഖലകളിൽ കിടക്കുന്ന, തൊട്ടുനോക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ കിടക്കുന്ന ചില അടിമത്തങ്ങളുണ്ട്. അതിനകത്തുനിന്ന് പൊട്ടിവരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് യേശു പറയുന്നത്. നീ ബുദ്ധി കൊണ്ടാണ് ദൈവവചനം പഠിക്കുന്നതെങ്കിൽ നിനക്കിത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ചെവി കൊണ്ട് കേട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ നിങ്ങൾ റിവൈൻഡ് ചെയ്യുകയും മനസ്സ് പുതുക്കി നിങ്ങൾക്കൊരു രൂപാന്തരം വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവവചനം എന്നും കേൾക്കും, വിടുതലുകളെ കുറിച്ച് എന്നും കേൾക്കും, ഇന്നെങ്ങനെ തുടരുന്നു അങ്ങനെ തന്നെ മുമ്പോട്ട് തുടരേണ്ടി വരും. എന്നാൽ ഈ സത്യത്തെ ഇന്ന് എന്റെ മാന്യ സുഹൃത്ത് വേണ്ടുന്ന പോലെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ, ഇന്ന് ഈ സത്യം നിങ്ങൾ പൂർണ്ണമായും കേട്ട് വേണ്ടുന്ന പോലെ ഇതിനെ നിങ്ങളൊന്ന് പരിഗണിക്കുകയാണെങ്കിൽ, വേണ്ടുന്ന പോലെ ഈ സത്യത്തെ നിങ്ങളൊന്ന് ഉള്ളിലേക്ക് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ മനസ്സുമായിട്ടുള്ള ബന്ധം, സത്യം അറിയുക എന്ന് പറയുന്നത്, ഈ മനുഷ്യനില്ലേ, മനുഷ്യൻ എപ്പോഴും വാദം എന്ന് പറയുന്നത് പിശാചിന്റെ നേരെയാ. എനിക്ക് വാദമുണ്ട്, എനിക്ക് വാദമുണ്ടെന്നല്ല, എനിക്കെതിരെ ഭയങ്കര വാദമാ, എനിക്കെതിരെ ഭയങ്കര പൈശാചിക പോരാട്ടമാ, എനിക്കെതിരെ ഭയങ്കര അറ്റാക്കാ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങൾ ഇന്ന് അറിയേണ്ട ഒരു സത്യം ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ ഒരു വാദം ഒരു മനുഷ്യനിൽ നടക്കുന്നത് അവന്റെ അകത്ത മനസ്സുമായിട്ടുള്ള ഭയങ്കര യുദ്ധമാണ് എപ്പോഴും ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പൈശാചിക പോരാട്ടം. മനസ്സിനകത്ത് റോമർക്ക് എഴുതിയ ലേഖനം 12:2 എടുത്തേ. റോമർക്ക് എഴുതിയ ലേഖനം 12:2 എടുത്തേ. ബൈബിൾ ഉണ്ടായിരിക്കണം, തുറക്കണം, വായിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 12:2 എടുത്തേ. ഞാൻ അതിന്റെ 1 മുതലേ ഞാൻ അങ്ങ് വായിക്കുക കേട്ടോ. 1 മുതലേ അങ്ങ് വായിക്കുക, 1-2 വാക്യം വായിക്കുക. സഹോദരന്മാരെ,
ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. I appeal to you, therefore, brothers, by the mercies of God, to present your bodies as a living sacrifice, holy and acceptable to God, which is your spiritual worship. വാക്ക് നിങ്ങൾ അങ്ങനെ തന്നെ വായിക്കണം. ഒന്ന് ശ്രദ്ധിച്ച് മലയാളത്തിൽ നോക്കിക്കേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച്, ആദ്യം അപ്പോസ്തലൻ ചെയ്യുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിന്റെ വാക്കെന്നതാ? മനസ്സലിവ്. അപ്പൊ ദൈവത്തിന് ഈ സാധനമുണ്ട്, ദൈവത്തിനും ഈ വികാരമുണ്ട്, ദൈവത്തിനും മനസ്സുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ ഇത്? കർത്താവേ നീ മനസ്സലിയണമേ, നീ മനസ്സലിയണമേ, നീ മനസ്സലിയണമേ എന്ന് പറയുമ്പോ അവൻ ആത്മരൂപി, അവന് മനസ്സില്ല എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞേക്കരുത്. അപ്പോസ്തലൻ അനുഭവിച്ച സത്യത്തെ കുറിച്ച് പറയുന്നു. ദൈവത്തിനും മനസ്സുണ്ട്. ദൈവത്തിനൊരു മനസ്സുള്ളത് കൊണ്ടാ എന്നെയും താങ്കളെയും അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ ആയിരിക്കുന്ന അനുഭവത്തിൽ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അയ്യോയ്യോ, മനുഷ്യർക്ക് എല്ലാരെയും ഒന്നും അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും വാദിക്കണ്ട. എല്ലാവർക്കും എല്ലാരെയും ഒന്നും അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ ഒരു മനുഷ്യനെ അഡ്മിറ്റ് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഏത് അവസ്ഥയിലുമായിക്കോളൂ, നിങ്ങൾ ഏത് മനോഭാവത്തിലുമായിക്കോളൂ, ഏത് അവസ്ഥയിലുള്ള മനസ്സുകൊണ്ടുമായിക്കോളൂ, ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷം കേൾക്കുമ്പോഴും നിങ്ങൾ എന്ത് കുറവുള്ളവരുമായിക്കോളൂ, എന്ത് മാനസിക പ്രശ്നങ്ങളുള്ളവരുമായിക്കോളൂ, ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിന് മനസ്സലിവുണ്ട്. ടു ഹൂം? ടു യു. നിന്നോട് ദൈവത്തിന് മനസ്സലിവുണ്ട്. ആരോടാ? നിന്നോട് ദൈവത്തിന് മനസ്സലിവുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് മനസ്സലിവ് ഉള്ളത് കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? വായിക്കാമല്ലോ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അതിന്റെ അർത്ഥമാണ്, അങ്ങനെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന പലരും ബുദ്ധിഹീനമായി ആരാധിക്കുന്ന സ്പിരിച്വൽ വർഷിപ്പേഴ്സ് ആണ്. അതൊരു ഭയങ്കര തന്ത്രമാണ്. ആരുടെ? ദൈവത്തിന്റെ അല്ല, പിശാചിന്റെ. സത്യം അറിയണം. യോഹന്നാൻ 8:32 പറയുന്നത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ്. അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ്. ഇവിടെ ഈ സത്യം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, സുവിശേഷങ്ങളുടെ സുവിശേഷമായ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ഒന്ന് നോക്കിക്കേ, ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പം, ഒന്ന്, ആരാധനയെ കുറിച്ച് അറിയാവുന്ന വ്യക്തികളോടാണ് സംസാരിക്കുന്നത്. ദൈവം ആരെന്ന് അറിയാവുന്ന വ്യക്തികളോടാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. ആരാധിച്ച് തികവ് പ്രാപിച്ച വ്യക്തികളോടാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അപ്പോസ്തലനേക്കാളും ശക്തമായി ആരാധിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങളൊന്ന് ഇന്ന് വരെ ആരാധിച്ച ആരാധന അല്ലെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അതിനകത്ത് ബുദ്ധിയില്ലാത്ത ആരാധന ഒരുപാടുണ്ട്. തിരിച്ചറിവില്ലാത്ത ആരാധന, തിരിച്ചറിവില്ലാത്ത പ്രസംഗങ്ങൾ, തിരിച്ചറിവില്ലാത്ത സമർപ്പണങ്ങൾ, തിരിച്ചറിവില്ലാത്ത സ്നാനങ്ങൾ, തിരിച്ചറിവില്ലാത്ത, ഓ മൈ ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇവിടെ ബുദ്ധിയുള്ള എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, സാത്താൻ നിങ്ങളെ കബളിപ്പിക്കരുത്. നിങ്ങൾ 1000 വട്ടം പ്രാർത്ഥിച്ചിട്ടും വിടുതൽ വന്നിട്ടില്ലെങ്കിൽ സാത്താൻ നിങ്ങളെ ഇനി കബളിപ്പിക്കരുത്. 1001ാമത്തെ വട്ടം പ്രാർത്ഥിക്കാൻ താങ്കൾ തയ്യാറാകരുത്. 1001ാമത്തെ വട്ടവും താങ്കൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുന്നു എങ്കിൽ ഈ സത്യം അറിഞ്ഞേച്ചു വേണം ആ കാര്യം ചെയ്യാൻ. 1000 വട്ടവും നിന്നെ കബളിപ്പിച്ചു. നിന്റെ ആരാധനയുണ്ട്. നിങ്ങളുടെ ആരാധനയ്ക്കകത്ത് സാത്താൻ ഫുട്ബോൾ കളിക്കാൻ ഇടവരരുത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് പിശാചി ചൂഷണം ചെയ്യാൻ ഇടവരരുത്. അവന് പ്രാർത്ഥന പേടിയൊന്നുമില്ല കേട്ടോ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം.
സ്വർഗം 24 മണിക്കൂർ ആരാധനയാണെന്ന് തിരുവെടുത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോ ഇതേ 24 മണിക്കൂർ ആരാധന നടക്കുന്ന സ്വർഗത്തിലാണ് യോബിന്റെ പുസ്തകത്തിൽ സാത്താൻ ചെന്ന് നിന്നത്. ആരാധന കേട്ട സാത്താൻ പൊള്ളത്തൊന്നുമില്ല, അവിടെയല്ലേ തെറ്റിയേ. ഇതേ സ്വർഗത്തിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാർ വാഴ്ത്തി ആരാധിക്കുന്ന അതേ സ്വർഗത്തിൽ സാത്താൻ ചെന്ന് നിന്നത് ഈ ശബ്ദം കേട്ടോണ്ടാണ്. സാത്താൻ എവിടെയും പേടിച്ചോടിയൊന്നുമില്ല. പക്ഷേ ബുദ്ധി ഉള്ളവന്റെ ആരാധന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൂതന്മാർക്ക് ബുദ്ധിയില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവൻ വന്നതും കർത്താവ് അറിഞ്ഞു. കാരണം അവൻ ഒരു പെർമിഷൻ യോബിന്റെ പുസ്തകത്തിലുണ്ട്. അവനൊരു പെർമിഷൻ സ്വർഗത്തിലുണ്ടായിരുന്നു, നിൽക്കേണ്ട ഒരു സ്ഥലം. ദൂതന്മാരുടെ കൂട്ടത്തിൽ അവനും വന്ന് നിന്നു, സാത്താനും വന്ന് നിന്നു. ഈ ദൈവം അവനെ കണ്ടു, സംസാരിച്ചു, പറഞ്ഞും വിട്ടു. കർത്താവിനെ കബളിപ്പിച്ചു എന്നവിടെ അർത്ഥമില്ല. പക്ഷെ ദൈവമക്കളെ സാത്താൻ പലപ്പോഴും കബളിപ്പിക്കുന്നുണ്ട്. ആരാധനയുടെ കൂട്ടത്തിൽ അവൻ കൂടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ഉണ്ടാവും. ക്ലിയർ ആക്കി തരാം. നമ്മൾ ആരാധിക്കുന്നതിന്റെ അരികെ അവൻ വന്നിരിക്കാനുള്ള ധൈര്യം അവനുണ്ട്, മനസ്സിലാക്കണം. പക്ഷേ അപ്പോസ്തലൻ പറയുന്ന ആരാധന വ്യക്തി വേറെയാ, അപ്പോസ്തലൻ കാണിക്കുന്ന മാതൃക വേറെയാ. ദൈവാത്മാവ് അപ്പോസ്തലനിലൂടെ പറയുന്ന പഠിപ്പിക്കുന്ന ആ ആരാധന വേറെയാ. അത് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയും. അപ്പൊ ബുദ്ധിഹീനമായ ആരാധന ഉള്ളത് കൊണ്ട് നടക്കുന്നത് കൊണ്ടുമാണ് ബുദ്ധിയുള്ള ആരാധന എന്നവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത്, ദൈവഹിതം ഇന്നത്, ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന്, വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്താ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അപ്പം ഇവിടെയും മനസ്സുമായി ബന്ധപ്പെട്ട ഒരു മേഖലയുണ്ട്. എന്താണ് ഈ മനസ്സിന്റെ പ്രത്യേകത? ഈ മനസ്സിന്റെ പ്രത്യേകത പൂർണ്ണമായും ബധിരതയും പൂർണ്ണമായും അന്ധതയും ബാധിച്ച ഒരു മനസ്സാണ് ഈ പറയുന്നത്. ഏത് പറയുന്നത്? ആദ്യം പറഞ്ഞ മനസ്സ്, ബുദ്ധിയില്ലാത്ത മനസ്സ്. ബുദ്ധിയില്ലാത്ത വ്യക്തിയല്ല, ബുദ്ധിയില്ലാത്ത മനസ്സാണ് പ്രശ്നം. ശരിക്കും ആത്മാവിൽ കയറിക്കഴിഞ്ഞാൽ ബുദ്ധിക്ക് അവിടെ ഒരു റോളും ഇല്ല. ബുദ്ധിക്ക് ഒരു റോളും ഇല്ല. തലച്ചോറ് അവിടെ വെറുതെ ഇരിക്കണം. ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നിശ്ചയമായും മനസ്സിനകത്ത് ഒരു ഫ്രീഡം ഉണ്ടാകണം. ഞങ്ങൾ ദാസന്മാർ ഇന്ന് വരെ, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ പാരമ്പര്യമായി ജനിച്ചു വളർന്നത്, അതുകൊണ്ട് ഞങ്ങൾ ദാസന്മാരല്ല, ഞങ്ങൾ പോയി നിന്നാ മതി, ഭൂതം അങ്ങ് പോകും, പറയാനേ പറ്റുള്ളൂ, പോവില്ല. അപ്പൊ കർത്താവ് പറയാ, എടാ മോനെ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇപ്പൊ ഇവിടെ പറയുന്ന മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. റോമസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നത് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള സഭയോട് ദൈവാത്മാവ് സംസാരിക്കുന്നതാണ്. മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ ഇവിടെ വേണ്ടത് എന്താ? ഒരു ദൈവപ്രവൃത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ഒരു പ്രാർത്ഥനയ്ക്ക് ഡെലിവറൻസ് നടക്കണമെങ്കിൽ, ഒരു വിടുതൽ നടക്കണമെങ്കിൽ, കുഞ്ഞെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഈ മനസ്സ് എന്ന് പറയുന്നത് ഒന്ന് പുതുക്കപ്പെടണം, രണ്ട് രൂപാന്തരപ്പെടണം. രണ്ട് കാര്യം നടക്കണം. ഒന്ന് റിനോവേഷൻ, രണ്ട് ട്രാൻസ്ഫോർമേഷൻ. ഒന്ന് ഒരു പുതുക്കിപ്പണിയൽ, രണ്ട് രൂപാന്തരം. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നവനെയാണ് ദൈവാത്മാവ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. കാരണം മനസ്സെപ്പോഴും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മനസ്സെപ്പോഴും ഒരു കീഴ്വഴക്കപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ, പിന്നെ അതിനെ നമുക്ക് കോൺഫിഗർ ചെയ്തെടുത്താലേ കാര്യം നടക്കുള്ളൂ. പിന്നെ നമ്മൾ അതിനകത്തുള്ള സിസ്റ്റം മുഴുവൻ ഡിലീറ്റ് ചെയ്ത് പിന്നെ അതിനെ കോൺഫിഗർ ചെയ്തെടുക്കണം. ഈ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് ഹോളി സ്പിരിറ്റും ആൻഡ് ഹിസ് വേർഡ്. ദാറ്റ് ഈസ് സഫിഷ്യന്റ്.
അതാണ് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി നമ്മെ കൊള്ളാമെന്നുള്ള ഒരു മനസ്സിനെ ഉടമയാക്കിയും വ്യക്തിത്വമാക്കിയും ഒരു സ്പിരിച്വൽ വേർഷിപ്പർ ആക്കി നമ്മളെ മാറ്റുന്നത് ആ പരിശുദ്ധാത്മാവാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതിരിക്കേണ്ടതിന്, ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിന് അനുരൂപമാകാതിരിക്കേണ്ടതിന്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം അറിയേണ്ടതിന്. ഇതിനകത്ത് മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ദൈവവേല ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ തയ്യാറെടുക്കുന്നവരുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവഹിതം അറിയണം, അവൻ ദൈവത്തിന്റെ പദ്ധതി അറിയണം, ദൈവത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയണം, ദൈവത്തിന് പ്രസാദകരമാകുന്ന കാര്യം എന്നതാണെന്ന് അറിയണം. ദൈവത്തിന് ഇത്രയും കാര്യം അറിയണമെങ്കിൽ അവൻ ആ പഴയ മനസ്സിന്റെ ഉടമയായാൽ പോരാ, അവനൊരു പുതിയ മനസ്സിന്റെ ഉടമയാകണം. അവനൊരു പുതിയ മനസ്സിന്റെ ഉടമയാകണം. ഈ മനസ്സിനകത്ത് സ്വാതന്ത്ര്യം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, മനസ്സുമായി ബന്ധപ്പെട്ട മേഖലയിൽ വിടുതൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു മേഖലയിലും വിടുതൽ ഉണ്ടാകില്ല. ഓരോ മേഖലയിലും. ഏറ്റവും വലിയ തെളിവാണ് വാർദ്ധക്യം ചെന്ന അബ്രഹാമും വാർദ്ധക്യം ചെന്ന സാറായും. ആ സാറായോട് ദൈവത്തിന്റെ ആത്മാവ്, 3 ദൂതന്മാർ വന്ന് ദൂത് പറഞ്ഞപ്പോ, അടുത്ത വർഷം നീ ഒരു തലമുറയെ, ഈ അടുത്ത ആണ്ടിൽ നിന്റെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുമെന്ന് പറഞ്ഞപ്പോ മനസ്സനുവദിച്ചില്ല, മനസ്സുൾക്കൊണ്ടില്ല ആ ദൂത്. നീ ഒരു കുഞ്ഞിനെ കൺസീവ് ആകൂന്ന് പറഞ്ഞപ്പോ മനസ്സ് ആ ദൂതിനേക്കാൾ വലിയ ദൂത് അങ്ങോട്ട് പറഞ്ഞു. എന്നാന്നറിയാവോ? സ്ത്രീകളുടെ പതിവ് നിന്നുപോയവൾ 1, 2 വാർദ്ധക്യം ശരീരത്തെ നന്നേ തൊട്ടവൾ 2, ഒരിക്കലും നടക്കാത്ത കാര്യം 3, വേറെ പണിയില്ലേ, ഒന്ന് പൊട്ടിച്ചിരിച്ചേക്ക് 4 എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മനസ്സിനകത്ത് രൂപപ്പെട്ടതാണ് അവസാനം ചിരിയായി വരെ പുറത്തു വന്നത്. എടാ, മനസ്സിന് സന്തോഷം വരാതെ, മനസ്സിനൊരു നർമ്മം തൊടാതെ നിനക്ക് ചിരിക്കാൻ പറ്റുമോ? ആരെങ്കിലും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ കക്കന്ന് ചിരിക്കാറുണ്ട്, എങ്കിൽ അവനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോകണം. ഇവിടെ കണ്ടോ, ആ സ്ത്രീ ചിരിക്കണം. സാറ എന്ന് പറയുന്ന സ്ത്രീ ചിരിക്കണം. ആ ദൂതിന് നേരെ എന്നൊന്നാക്കണം, ആ ദൂതിന് നേരെ ഒന്ന് പൊട്ടിച്ചിരി വരെ വരണമെന്നുള്ളത് അവർ പോലും അറിയാതെ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടൊരു വികാരമാണ്. ഇന്നിവിടെ സത്യം പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം തുറന്ന് ചിലപ്പോ യാദൃശികമായിട്ട് കേറുമ്പോ, യാദൃശികമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോ, ഒരു പണിയില്ലാതെ ഒരുത്തം വന്നിരിക്കുന്നു എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാവോ? അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്, അവരുടെ മനസ്സ് അങ്ങനെയാണ് ട്രെയിൻഡ് ആയിരിക്കുന്നത്. ആ ഒരു പണിയില്ലാതെ കുറെ പേർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവരുടെ മനസ്സ്, അവരുടെ കേട്ടുകേൾവി, അവരുടെ ചിന്ത, അവരുടെ ജീവിതത്തിലെ പല നിരാശകൾ എല്ലാം അവരുടെ മനസ്സിനെ ആ അവസ്ഥയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. മനസ്സ് കീഴ്പ്പെട്ടിരിക്കുകയാണ്, മനസ്സൊന്നിന് കീഴ്പ്പെട്ടിരിക്കുക. ഇതിന്റെ അകത്ത് ഇങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്ന ഈ മനസ്സിനെ പുറത്തെടുത്ത് ഈ ലോകത്തിന് അനുരൂപമാകാതെ ഏത് രൂപത്തിന് അനുരൂപമാകണമോ ആ രൂപത്തിൽ അനുരൂപമാക്കി എടുക്കുകയാണ് ദൈവവചനവും പരിശുദ്ധാത്മാവും ചെയ്യുന്നത്. ക്ലിയർ? ദൈവവചനവും പരിശുദ്ധാത്മാവും ചെയ്യുന്നത്. കാരണം മനസ്സ് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഏരിയയാണ്, ഒരു അവയവമാണ്, ഒരു ഭാഗമാണ്. നിങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ, നിങ്ങളുടെ കണ്ണ് ശ്രദ്ധിക്കാത്ത, അന്നേരം നിങ്ങൾ ഓർക്കാത്ത പല കാര്യങ്ങളും മനസ്സ് ക്യാപ്ചർ ചെയ്യും. ചില വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ സംസാരം തുടരും, പക്ഷേ ചിലപ്പോ ആ വ്യക്തി പറഞ്ഞ ഒരു വാക്ക് പെട്ടെന്ന് ഠേ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ കയറി പിടിക്കും. ഉറപ്പായിട്ട് നമ്മൾ അറിയും, മനസ്സിനെ ആ വാക്ക് പെട്ടെന്ന് മനസ്സങ്ങ് നടുങ്ങുന്നത് പോലെ, പെട്ടെന്ന് അങ്ങ് സ്ട്രക്കപ്പ് ആകുന്നത് പോലെ, മനസ്സിനകത്ത് എന്തോ ഒരു ചൂടുവെള്ളം വീഴുന്നത് പോലെ മനസ്സൊന്ന് വിങ്ങും. പക്ഷെ നമ്മളതപ്പോ കാര്യമാക്കില്ല. നമ്മൾ വീണ്ടും ആ വ്യക്തിയുമായിട്ട് സംസാരം തുടരും. സംസാരിച്ചുകൊണ്ടേയൊക്കെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ പുള്ളിക്ക് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് പോയതിന് ശേഷമായിരിക്കും ഈ മനസ്സ് ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. ആ വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ അവനൊരു മൊന വെച്ചൊരു വർത്താനം പറഞ്ഞല്ലോ, അവനൊരു ദ്വയാർത്ഥത്തിൽ ഒരു വാക്ക് പറഞ്ഞല്ലോ, അവൻ പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കില്ലേ, അല്ലെങ്കിൽ ആ വ്യക്തി ആ സംസാരത്തിനകത്ത് ഉദ്ദേശിച്ചത് ഇങ്ങനെ അല്ലേ,
അതവൻ എന്നെ ഒന്ന് കൊച്ചാക്കാൻ പറഞ്ഞതല്ലേ, എനിക്കിട്ടൊരു ഇല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ സാധനം സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഈ മനസ്സിന് സ്വാതന്ത്ര്യം വേണം. ഈ മനസ്സിന് സ്വാതന്ത്ര്യം വേണം. ഈ മനസ്സിപ്പോ ഒരു ബന്ധനത്തിനകത്താണ്. ഞാൻ ഒരു ബന്ധനത്തെ കുറിച്ചേ പറഞ്ഞുള്ളൂ, ഒരു ഇൻസിഡന്റിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. ഇതുപോലെ ഒരു മനുഷ്യൻ 24 മണിക്കൂർ ജീവിക്കുന്നു. അവൻ ഏകദേശം 12ഓളം മണിക്കൂർ അവന്റെ വ്യാപാര മേഖലകളിലും അവന്റെ ജോലി സ്ഥലങ്ങളിലും അവൻ സൊസൈറ്റിയോടുകൂടെ ആയിരിക്കുന്നു. അല്ലെങ്കിൽ 12-15 മണിക്കൂർ അങ്ങനെ ആയിരിക്കുന്നു. അവൻ വളരെ കുറച്ച് സമയം മാത്രം, 6 മണിക്കൂറോ 8 മണിക്കൂറോ മാത്രം അവൻ ഉറങ്ങുന്നു. ഈ ഉറങ്ങുന്ന സമയത്ത് പോലും സ്വസ്ഥതയില്ലാത്ത വ്യക്തികളുണ്ട്. പകൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് വീണ്ടും അവർക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ 2 മണിക്കൂർ കൂടെ അവർ ചിന്തിക്കുന്നു. ആ ചിന്തയോടുകൂടെ അവർ ഉറങ്ങുന്നു. ആ ഉറക്കം പോലും അവരുടെ ശരീരത്തിന് സുഖം നൽകുന്നില്ല. ഈ ചിന്തിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുർസ്വപ്നങ്ങൾ അവർ കാണുന്നു. മനസ്സ് ബന്ധനത്തിനകത്താണ്. മനസ്സിപ്പോഴും ബന്ധനത്തിനകത്താണ്. എന്നിട്ടാ ഇവിടെ യഹൂദന്മാർ പറഞ്ഞ പോലെ, ഞാൻ അബ്രഹാമിന്റെ സന്തതികൾ, ഞാൻ ഇന്നുവരെയും ദാസന്മാരായിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിന് സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു? അല്ലെങ്കിൽ നീ സംസാരിക്കുന്ന സ്വാതന്ത്ര്യം എന്ത്? യഹൂദന്മാർ ചോദിച്ച ചോദ്യം. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ, ഞങ്ങൾ വലിയ ചർച്ചിലെ മെമ്പേഴ്സ്, ഞങ്ങളുടെ പാസ്റ്റർ ഇത്രയും വലിയൊരു മനുഷ്യൻ, അതിന് ആ ടീച്ചിങ്ങിന്റെ കീഴിലാണ് ഞാൻ ആർക്കും ദാസനായിട്ടില്ല എന്ന് വരെ. പിന്നെ നീ എന്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ക്രിസ്തുവേ സംസാരിക്കുന്നത്? ഇതും സ്വാതന്ത്ര്യമാണ്. ഈ മനസ്സിന്റെ സ്വാതന്ത്ര്യം മാത്രം അല്ലാട്ടോ ഒരു വ്യക്തിക്ക് വേണ്ടത്. അതുകൂടെ പറയാം. മനസ്സ് ഒരു പ്രധാന ഘടകമായതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ടോപ്പിക് അതായതുകൊണ്ട് അതിലേക്ക് ഞാൻ തൊടുന്നു എന്ന് മാത്രം. തൊടുന്നു, എടുക്കുന്നില്ല, അതൊന്ന് തൊടുന്നു എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരു വർഷം തികയില്ല. മനസ്സിന്റെ പല ഏടുകളെ ബന്ധപ്പെടുത്തി സംസാരിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ കുറെയൊക്കെ നമ്മൾ സയന്റിഫിക്കലായിട്ടും കൂടെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തികയില്ല. പക്ഷെ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, മനസ്സിന് സ്വാതന്ത്ര്യം ഇല്ലാതെ നിങ്ങളുടെ ശരീരത്തിന് സുഖമില്ല. മനസ്സിന് സ്വാതന്ത്ര്യമില്ലാതെ നിങ്ങളുടെ ആരാധനയ്ക്ക് വിടുതലില്ല. മനസ്സിന് സ്വാതന്ത്ര്യമില്ലാതെ നിങ്ങളുടെ ഉറക്കത്തിന് സുഖമില്ല. മനസ്സിന് സ്വാതന്ത്ര്യമില്ലാതെ നിങ്ങൾക്കൊരു പൂർണ്ണമായ ഒരു പ്ലഷർ ഇല്ല. മനസ്സിന് സ്വാതന്ത്ര്യം, പ്ലഷർ ഇല്ല, പ്രഷറുണ്ട്. പല രോഗങ്ങൾക്കും കാരണം പ്രഷർ. മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രഷറിന്റെ കാരണം. പ്ലഷർ ഇല്ല, പ്രഷറുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് കാരണങ്ങൾ. കൗൺസിലിംഗ് ഭാഗികമായി നിങ്ങൾക്ക് ആശ്വാസം തരും. ക്രിസ്തു പൂർണ്ണമായും നിങ്ങൾക്ക് ആശ്വാസം തരും. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടായ ഇൻസിഡന്റ് അവർ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ചില ഘട്ടങ്ങൾക്കകത്തുകൂടെ, ചില ഇൻസിഡന്റിനകത്തുകൂടെ ഉണ്ടായ ആഘാതങ്ങൾ, മനസ്സിനേറ്റ ആഘാതങ്ങൾ ഒരിക്കലും അവരുടെ ആ മുറിപ്പാടുകൾ യേശുവിന്റെ മുമ്പിൽ വരാതെ മാറില്ല. ഫ്രണ്ട്ഷിപ്പിന്, റിലേഷൻഷിപ്സിന് ആ മുറിവുകൾ മായ്ക്കാൻ കഴിയില്ല. ഒരു ഫിലിമിന് ആ മുറിവുകൾ മായ്ക്കാൻ കഴിയില്ല. ഒരു മോട്ടിവേഷണൽ സ്പീച്ചിന് ആ മുറിവുകൾ മായ്ക്കാൻ കഴിയില്ല. യേശുവിന്റെ സന്നിധി നിന്നെ ആ ആഘാതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇവിടെ ഈ സ്ത്രീ, ഞാനിപ്പോ സാറായെ കുറിച്ച് പറഞ്ഞത് ആഘാതത്തിനകത്ത് നിന്നൊരു സ്ത്രീ അല്ല, ഒരു ആഘാതം സംഭവിച്ച സ്ത്രീ അല്ല സാറ ഒരു ആഘാതം സംഭവിച്ചതോ ആക്സിഡന്റ് സംഭവിച്ചതോ ഒന്നുമായ വ്യക്തിയല്ല. പക്ഷേ ഒരു വിശ്വാസം അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഒരു കാലത്തുണ്ടായിരുന്ന വിശ്വാസം, എനിക്കൊരു തലമുറ ഉണ്ടാകും. അബ്രഹാം അച്ചന് സാറായിലുണ്ടായ ഒരു അനുഗ്രഹിക്കപ്പെട്ട പുത്രന്മാർ ഉണ്ടാകും. അത് അവളുടെ നല്ല പ്രായത്തിലെ വിശ്വാസമായിരുന്നു. എന്നാൽ വയസ്സ് അങ്ങോട്ട് കടന്നപ്പോ മെല്ലെ പയ്യെ ആ വിശ്വാസത്തിന് കുറവ് വരാൻ തുടങ്ങി. വിശ്വാസം ഭയങ്കരമായിരുന്നു. എനിക്ക് കുഞ്ഞുണ്ടാകും, അബ്രഹാമിൽ എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുണ്ടാകും, എന്റെ വിശ്വാസം. പ്രായം മെല്ലെ അങ്ങോട്ട് കഴിഞ്ഞപ്പോ വിശ്വാസം മെല്ലെ, പ്രായം ഏറുന്നല്ലോ, ആകുന്നില്ലല്ലോ, കുഞ്ഞാകുന്നില്ലല്ലോ. കടന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പോ ഇനി ആകാനുള്ള സാധ്യത ഇല്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. പിന്നെ ബ്രെയിനിൽ നിന്ന് കളക്ട് ചെയ്യും, പിന്നെ ബ്രെയിനിൽ നിന്ന് റെക്കോർഡ്സ് കളക്ട് ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകത്തില്ലെന്ന്, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഇത്രയും കാലം കഴിഞ്ഞാൽ ഇത് നടക്കാൻ സാധ്യതയില്ലെന്ന്, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഈ വ്യക്തി വിചാരിച്ചാൽ നടക്ക. ഇങ്ങനെ ബ്രെയിനിൽ നിന്ന് മനസ്സ് പലതും കളക്ട് ചെയ്യും. ബ്രെയിനിൽ നിന്ന് പലതും മനസ്സ് കളക്ട് ചെയ്ത് മനസ്സും തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് കാര്യങ്ങൾ നിശ്ചയിക്കും. ആത്മാവ് അവിടെ സൈലന്റ് ആകും. ആത്മാവിന് അവിടെ ഒരു റോളും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം,
ജഡത്തിലുള്ള ചിന്ത എന്നൊക്കെ പറയും. ജഡത്തിൽ കുറെ റെക്കോർഡിക്കലി കുറെ കാര്യം സെർച്ച് ചെയ്യും, ബ്രൗസ് ചെയ്യും, ഫിൽട്ടർ ചെയ്യും, കളക്ട് ചെയ്യും, മനസ്സിനകത്ത് അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും, അവിടെ ഇട്ട് പിന്നെ അങ്ങോട്ട് സ്റ്റിറപ്പ് ചെയ്യും, അവിടെ ഇട്ട് വേണ്ട വിപ്ലവമൊക്കെ കാണിച്ചു വലിയൊരു തണ്ണിമത്തന്റെ രൂപത്തിലാക്കി മനസ്സിനകത്ത് വെക്കും. ഈ തണ്ണിമത്തന്റെ പുറത്തോട്ടാണ് ബാക്കി വചനം അത്രയും കയറുന്നത്. തണ്ണിമത്തന്റെ പുറത്തോട്ടാണ് പിന്നെ ബാക്കി വചനം. എവിടേക്കാനാ? തണ്ണിമത്തന്റെ തോട് കട്ട് ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഞാൻ എന്റെ കൊച്ചിനൊരിക്കൽ കട്ട് ചെയ്യാൻ പെട്ട പാട്. കത്തിക്ക് മൂർച്ചയും ഇല്ല എന്ന് ഓർക്കണം. കേറുന്ന വചനത്തിന് മൂർച്ചയില്ലെങ്കിൽ പിന്നെ ഈ തണ്ണിമത്തൻ ചതയുന്നത് തന്നെ മെച്ചം, പിളരത്തില്ല. എടാ, ഇതങ്ങ് പിളരണം. ഈ സംഭവം ഈ കുറെ തലയ്ക്കകത്തും മനസ്സിനകത്തും ചിന്തയ്ക്കകത്തും ഹൃദയത്തിനകത്തൊക്കെ കയറ്റി വെച്ചേക്കുന്ന കുറെ, ഈ പൗലോസ് പറയുന്ന പോലെ ബുദ്ധിയില്ലാത്ത കുറെ ആരാധനയുണ്ട്. ഞാൻ ചില സഭകളിലൊക്കെ പോകുമ്പോൾ ഉള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ബുദ്ധിയില്ലാത്ത സാക്ഷിയാണെന്ന്. കർത്താവ് എന്തിനാണ് കർത്താവിന്റെ അടുത്ത് വന്നിരിക്കുന്ന എന്തിനാണ്? ഇത് മനസ്സിലാക്കാതെയുള്ള സാക്ഷ്യങ്ങളാണ്. സാക്ഷി എന്നതാണെന്നറിയാമോ? ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളാണ് സാക്ഷ്യങ്ങൾ. എനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ച് ഈ ആഴ്ച പറയാനുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ടെസ്റ്റിമണി. എൻ്റെ അനുഭവങ്ങൾ, അതാണ് എൻ്റെ ടെസ്റ്റിമണി. 3 മാസം മുമ്പേ 6 മാസം മുമ്പേ വണ്ടി ഇടിച്ചതല്ല ടെസ്റ്റിമണി. വണ്ടി ഇടിച്ചിട്ട് ചാകാതിരുന്നതാണ് ടെസ്റ്റിമണി. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാനുള്ള വേദി അല്ല ടെസ്റ്റിമണിയുടെ ടൈം. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാനുള്ള വേദി അല്ല ടെസ്റ്റിമണിയുടെ ടൈം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, സഭ പ്രാർത്ഥിച്ചതിന് നന്ദി പറയാനുള്ള സമയമാണ് ടെസ്റ്റിമണി. ദൈവത്തിനുമാകത്ത് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ ബുദ്ധിയുള്ള ആരാധനയായി മാറുന്നത് ആരാന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ള മനസ്സ് കൊണ്ട് നടക്കുന്ന, അതായത് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള വ്യക്തിയാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടേച്ച് ഈ വചനങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ്. എന്താണ് ഈ ലോകത്തിന്റെ അനുരൂപം? ഈ ലോകത്തിന്റെ അനുരൂപത്തിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് സാറ മാത്രമല്ല, ഒത്തിരി 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 ബൈബിൾ കഥാപാത്രങ്ങളെ എനിക്ക് പറയാൻ ഉണ്ട്. പക്ഷേ ഞാനിപ്പോ സാറയെ മാത്രമേ തൊടുന്നുള്ളൂ. അപ്പൊ സാറ എങ്ങനെയാണ് വിശ്വസിച്ച് അബ്രഹാമിൽ എനിക്കൊരു സന്തതി ഉണ്ടാകും. അവസാനം അവളുടെ കാര്യം നടക്കാണ്ട് വന്നപ്പം മെല്ലെ വിശ്വാസം അങ്ങ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവസാനം ശരീരത്തിൽ ചുളിവുകൾ വന്നപ്പോ വിശ്വാസത്തിന് എൻഡിട്ടു. ഇനി നടക്കത്തില്ല, ഉറപ്പിച്ചു. മനസ്സിന്റെ വിശ്വാസം ഇപ്പം നടക്കത്തില്ല എന്ന ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇനി പോപ്പ് വന്ന് പറഞ്ഞാലും പുള്ളിക്കാരി വിശ്വസിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് കർത്താവ് വന്ന് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയം നിനക്കൊരു കുഞ്ഞുണ്ടാകും. അവൾ ചിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ചിരിച്ചതാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റിപ്പോയി. അവളുടെ മനസ്സിലെ വിശ്വാസത്തിൽ നിന്നാണ് അവൾ ചിരിച്ചത്. ഞാൻ നേരത്തെ കണ്ടുവെച്ചേക്കുവാണ്. എന്റെ പ്രായം പുള്ളിക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ടപ്പോ പുള്ളിക്ക് പ്രായം പിടികിട്ടിയിട്ടില്ല. അതാ ഈ പ്രവചനം അടിച്ചത്. സ്ത്രീകളുടെ പതിവ് നിന്നുപോയ ഞാൻ ഇനി അടുത്ത വർഷം പ്രസവിക്കുമെന്നോ, പുള്ളിക്കാരൻ ഈ വഴിക്കെങ്ങാനും വരുവോ ആവോ എന്നവൾ ചിന്തിച്ചു. അവൾ മറഞ്ഞിരുന്ന് ചിരിച്ചു കളഞ്ഞു. മറഞ്ഞിരുന്ന് ചിരിക്കുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. ചില വ്യക്തികൾ ആള് കാണാതെ സംസാരിക്കും. ഇങ്ങനെ പൊത്തി വെച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞേക്കും. പക്ഷെ രണ്ട് പിറുപിറുത്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് വലിയ അസ്വസ്ഥത. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞേച്ചായിരിക്കും എന്തെങ്കിലുമൊക്കെ പറയുന്നത്. മനസ്സിന്റെ ഒരു വികൃത രൂപം മാത്രമാണത്. എല്ലാം പറയാനുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് പറയണം. മറ്റേത് മനസ്സിന്റെ ഒരു വൈകല്യമാണ്. ഈ ആള് കേൾക്കാതെ പറയുക, ആളില്ലാത്തപ്പോ പറയുക, ആളോടുകൂടെ പറയാതിരിക്കുക, മറച്ചു വെച്ചിങ്ങനെ പറയുക, മെല്ലെ പറയുക, ഇതൊക്കെ മനസ്സിന്റെ ഒരു വൈകൃതം. ഇതൊക്കെ വിടിവിക്കപ്പെടേണ്ട മേഖലകളാണ്. മനസ്സ് നമ്മൾ ദാസന്മാരായി അടിമകളായി കിടക്കുക. പിശാചിന് മനസ്സിനും ഒക്കെ നമ്മൾ അടിമകളായി കിടക്കുകയാണ്. അടിമകൾ. ഈ അടിമത്തം, മാനസിക അടിമത്തം പൊട്ടാതെയാണ് നമ്മൾ പൈശാചിക അടിമത്തത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്നിലൊരു ബന്ധനമുണ്ടപ്പാ, ആദ്യം അറിയാം. എനിക്കെന്നിലൊരു ബന്ധനമുണ്ട്. ഒന്ന്, ഞാനായിട്ട് എനിക്കിട്ടൊരു ബന്ധനമുണ്ട്. എന്റെ വിശ്വാസങ്ങളിലൂടെ എനിക്കിട്ടൊരു ബന്ധനമുണ്ട്. ഞാനായിട്ട് എനിക്കിട്ട ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, എനിക്ക് 4 ആളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ഇതൊക്കെ എന്റെ വിശ്വാസങ്ങളാണ്, എന്റെ തന്നെ ടീച്ചിങ്സ് ആണ്. എന്റെ മനസ്സ് ആയുസ്സിൽ പ്രാർത്ഥനയുടെ കൊടുമുടിയുടെ അഭിഷേകം നിന്റെ മേൽ വീണാലും പൊന്നു കുഞ്ഞെ, നീ ഒരു കാലവും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. നീ അന്നും ഇന്നും എന്നും
അറയ്ക്കകത്ത് അടച്ചിരുന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ, കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. പ്രാർത്ഥനയുടെ വലിയ കൊടുമുടിയുടെ അഭിഷേകം ഉണ്ടെന്ന് ഓർത്തു നോക്കണം. പക്ഷെ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം നിങ്ങളായി ബന്ധിച്ചൊരു ബന്ധനമുണ്ട് മനസ്സിനെ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, എനിക്ക് പാടാൻ പറ്റില്ല, എനിക്കത് പറ്റില്ല, എനിക്കിത് പറ്റില്ല, എനിക്ക് ലിമിറ്റേഷൻ, എനിക്കത്. ഇത് നിങ്ങളുടെ ടീച്ചിങ് ആണ്. യുവർ ഓൺ ടീച്ചിങ്സ് ഓൺ യുവർ മൈൻഡ്. ദാറ്റ് ഈസ് ദ ബോണ്ടേജ്, ദാറ്റ് ഈസ് ദ പ്രൈമറി ബോണ്ടേജസ് ഓൺ യു. You should be rebuke it. You should be break it. നിങ്ങളുടെ ഓൺ മൈൻഡിന് വന്നേക്കുന്ന ബന്ധനം ആദ്യം നിങ്ങൾ പൊട്ടിച്ചെറിയുക. നിങ്ങൾക്ക് ദൈവവുമായി ഒരു നല്ല തുറന്ന മനസ്സാക്ഷി ഉണ്ടാകുക, തുറന്ന മനസ്സാക്ഷി ഉണ്ടാകുക. അതിനുശേഷം വചനം പ്രവർത്തിക്കുള്ളൂ. ദൈവത്തിന്റെയും വചനത്തിന്റെയും ദൈവദാസമായ ഒന്നും പ്രശ്നമല്ല കേട്ടോ, അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. ദൈവത്തിന്റെയും ദൈവവചനത്തിന്റെയും പ്രസംഗകരുടെയും പ്രവാചകന്മാരുടെ ഒന്നും പ്രശ്നമല്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കുറ്റം നമ്മൾ തന്നെ. നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കുറ്റവും നമ്മൾ വിടുവിക്കപ്പെടാത്തതിന്റെ കുറ്റം കർത്താവ് വന്ന് കാര്യം അങ്ങോട്ട് ന്യായീകരണത്തിന് വെളിപ്പെടുത്തുന്ന സമയത്ത് മനസ്സിലാവും, അയ്യോടാ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ അവരെ ഇവരെയും പറഞ്ഞു. അതൊന്നും അല്ലായിരുന്നു പ്രശ്നം, നമ്മളിൽ തന്നെ പ്രശ്നം. കർത്താവ് എന്നെ ശുദ്ധമാക്കാനേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ ശരീരം ശുദ്ധമാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പോയി മറ്റവന്റെ ശരീരം ശുദ്ധമാക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ? നിങ്ങൾ ഈ ചോദ്യം എനിക്ക്, ഈ വാക്ക് എനിക്ക് തരാ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകുക. ആദ്യം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകും, എന്നിട്ട് നമുക്ക് പുള്ളിക്കാരന് ബുദ്ധിയുണ്ടോ എന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ശരീരങ്ങളെ ആദ്യം നിന്റെ ശരീരത്തിലേക്ക് നോക്ക്, എന്നിട്ട് പുള്ളിയുടെ ശരീരത്തെ കുറിച്ച് പറയാം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും, ആദ്യം നീ ജീവൻ വെപ്പിക്ക്. നീ സ്വയം ജീവനുള്ളവനാക. ജീവനും വിശുദ്ധിയും, നിന്റെ എല്ലാ മേഖലകളിലും നീ ആദ്യം വിശുദ്ധി വെപ്പിക്കുക. വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും, നീ ആദ്യം ദൈവത്തിന് പ്രസാദകരമായ ഒരു വ്യക്തിയായി തീരുക. പ്രസാദകരവും ഉള്ള യാഗമായി സമർപ്പിക്കും. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. ഇത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പെൻഡിങ് ഇട്ടിട്ടാണ് നമ്മൾ പോയി പിശാചിനെ കുറ്റം പറയുന്നത്, സാത്താനെ കുറ്റം പറയുന്നത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ സത്യം നിങ്ങൾ അറിയരുത് എന്നുള്ളത് മാത്രമാണ് സാത്താന്റെ തന്ത്രം. ഈ കൊച്ചു കാര്യം കേട്ടോ, സാത്താന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഈ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ. ഈ സത്യം നിങ്ങളും ഞാനും അറിയരുത്. എന്നിട്ട് നീ ഇരുന്ന് അന്യഭാഷയിൽ ആരാധിച്ചോ? ഈ സത്യം അറിയാതെ നീ ഇരുന്ന് ശാസിക്കുന്നു, വെട്ടുന്നു, പൊട്ടിക്കുന്നു, എന്തുവേണോ പറഞ്ഞോ, ഒരു പ്രശ്നമല്ല. നിന്റെ അടുത്തിരുന്ന് പുള്ളിയും കൂടെ വേണേ കൈയടിച്ചു തരും. എങ്ങാനും നീ ഈ സത്യം അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇതറിഞ്ഞേച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാന്ന് പറയുന്ന ശബ്ദം അവന് പേടിയാ. ആ ശബ്ദം അവന് പേടി. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇത് പറയുമ്പം ഈ പ്രകൃതിക്കകത്ത് അസംഖ്യം ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രകൃതിക്കകത്ത് അസംഖ്യം ശബ്ദങ്ങൾ, അദൃശ്യ മണ്ഡലത്തിൽ അസംഖ്യ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ദൂതന്മാരും ദുരാത്മാക്കളുമായിട്ട്. കാരണം ഇതൊരു മഹാസത്യമാണ്, മനസ്സുമായി ബന്ധപ്പെട്ടൊരു വലിയ സത്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, തൊടുന്നതേ ഉള്ളൂ ഈ മേഖലയെ. ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ മാത്രമേ, ഈ ബോധ്യം നിങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയൂ. വേദപുസ്തകം പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കാത്ത മുഖപക്ഷമുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചാലേ കർത്താവ് കേൾക്കത്തുള്ളൂ, എന്നെ മുഖപക്ഷമുണ്ടോ? ഞാൻ കർത്താവിന് കൂടുതൽ എന്തെങ്കിലും കൊടുത്തേക്കുന്നോ? നിങ്ങൾ കുറച്ചെന്തെങ്കിലും കൊടുത്തോ? അതോ നിങ്ങളൊന്നും കൊടുത്തില്ലേ? ഇതൊന്നും അല്ല. ഈ സത്യം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവ പൈതലെ, ക്രിസ്ത്യാനിയെ, ക്രിസ്തുവിന്റെ അനുയായിയെ, ഏതൊരു വ്യക്തിയാണെങ്കിലും, അത് പ്രീച്ചർ ആണെങ്കിലും, സിംഗർ ആണെങ്കിലും, അതൊരു വിശ്വാസിയാണെങ്കിലും, അതൊരു സാധാരണ ആരാണെങ്കിലും, മനസ്സ് നല്ലതാണോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. മനസ്സ് ശുദ്ധമാണോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. മനസ്സിനകത്ത് നന്മയുണ്ടോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണില്ല, കാറ് കാണില്ല, ബംഗ്ലാവ് കാണില്ല, വസ്തു കാണില്ല, വാഹനം കാണില്ല, ആരും കാണില്ല, പക്ഷെ ഒരു നല്ല മനസ്സുണ്ടോ, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അസൂയയും കുശുമ്പും കുത്തുവാക്കും പരദൂഷണവും ഇല്ലാത്തൊരു മനസ്സിനുടമയാണോ, വസ്തുവിനുടമയല്ലയോ, ഒരു മനസ്സിനുടമയാണോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നേരുള്ളവർക്ക് ഒരു നന്മയ്ക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന കർത്താവ് പറയുന്നത്. പെന്തക്കോസുകാരൻ ഒരു നന്മയ്ക്ക് മുട്ടുണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്. നേരുള്ളവർക്ക്, ഏത് മനുഷ്യനാണോ ആരാണോ നേരുള്ളവർക്ക്, സത്യമാർഗിക്ക്, സന്മനസ്സുള്ളവന്
ഒരു നന്മയ്ക്ക് മുട്ടുണ്ടാകത്തില്ല. അങ്ങനെയുള്ളവൻ പ്രാർത്ഥിക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ചങ്കൊന്ന് നരങ്ങി ഒന്ന് കരഞ്ഞാ മതി, കരഞ്ഞാ മതിന്നേ. ഹാഗർ എന്നാ ചെയ്തേ? ഹാഗർ എന്നാ ചെയ്തേ? കൊച്ചു ബാലൻ, എന്തോ അറിയാം അതിന്, വിശുദ്ധ ബൈബിളിൽ 66 പുസ്തകങ്ങൾ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടാണോ? ഹാഗർ എന്നാ ചെയ്തേ? കരഞ്ഞു അവിടെ കിടന്ന്. ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്തോ കളങ്കമുണ്ട് പറ. ആ മനസ്സിന്റെ വിങ്ങലാണ് സ്വർഗം കണ്ടിട്ട് വിളിച്ചേ. ഹാഗറിന്റെ നിലവിളി ദൈവം കേട്ടു. ഹാഗറിന്റെ നിലവിളി ദൈവം കേട്ടു. ഹാഗറിന്റെ നിലവിളി ദൈവം കേട്ടു. ഹല്ലേലൂയ. നീ ഒന്ന് കരഞ്ഞാ മതി. നല്ല മനസ്സുള്ള വ്യക്തികളൊന്ന് കരഞ്ഞാ മതി, പ്രാർത്ഥിക്കൊന്നും വേണ്ട കേട്ടോ. ദൈവം ഇറങ്ങി വരും, ദൈവം ഇറങ്ങി വരും. ഓക്കെ, ഞാൻ അവിടെ അങ്ങ് വിട്ടോട്ടെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കാര്യം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോ ഇവിടെ ഈ മനസ്സിന് പുതുക്കയില്ലാത്തൊരു വ്യക്തി അബ്രഹാം അല്ല, സാറായായിരുന്നു. നമ്മുടെ വീട്ടിൽ നമുക്ക് കർത്താവ് എന്തു പറഞ്ഞാലും ഭയങ്കര വിശ്വാസമായിരിക്കും. പക്ഷേ വീട്ടിൽ വേറെ എല്ലാവർക്കും ഈ വിശ്വാസം ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത വർഷം ഡെലിവറൻസാ, നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു ഭയങ്കര റിസൾട്ട് ഉണ്ടാകും നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾ ഇത്ര വർഷം മുന്നേ പ്രാർത്ഥിച്ച കാര്യത്തിന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. സാറ മറഞ്ഞു നിന്നൊന്ന് ചിരിച്ചു. അതവളുടെ മനസ്സിന്റെ ഒരു വികാരമാണ്. ചിരിച്ചു, ദൂതനെ എതിര് സംസാരിച്ചു, അവിശ്വസിച്ചു. ദൈവം ശാസിച്ചു. നീ എന്താ ഇപ്പൊ ചിന്തിച്ചേ? നിനക്ക് ഈ കാര്യങ്ങളൊന്നും നടക്കില്ലെന്നാണോ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. കേട്ടോ, മനസ്സിന്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടോ? അവളുടെ വാർദ്ധക്യം ശരീരത്തിനല്ല, മനസ്സിനായിരുന്നു. വാസ്തവത്തിൽ മനസ്സിന് വാർദ്ധക്യം ബാധിച്ചു. ആ ദൈവവചനം എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല, ആ ദൂത് റിസീവ് ചെയ്യാൻ കഴിയുന്നില്ല. മനസ്സിന് മനസ്സിന് വാർദ്ധക്യം ബാധിച്ചു. ഉടനെ അവൾ അതിനെ റിജക്ട് ചെയ്തു. ആ വചനം തന്നിൽ എത്തുന്നതിന് മുന്നേ മനസ്സുകൊണ്ട് റിജക്ട് ചെയ്തു. ചില വ്യക്തികൾ അങ്ങനെ കുറിവാക്യം കേൾക്കുമ്പോ ഇങ്ങനെ ഇരിക്കും. റിജക്ഷന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു മനോഭാവം. അനുഗ്രഹിക്കപ്പെടാൻ ബുദ്ധിമുട്ട്. ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ മനസ്സിന് ആദ്യം ഒരു ഇതിങ്ങനെയുണ്ട്, ഇങ്ങനെ ആയിരിക്കണം കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഇത് മനസ്സിന്റെ ഒരു പ്രശ്നമാണ്. ഇതിനകത്തൊരു രൂപാന്തരം വരണം. അതാ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവന് മാത്രമേ ദൈവഹിതം അറിയാൻ കഴിയുകയുള്ളൂ. വചനം അങ്ങനെ പറയുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവന് മാത്രമാണ് ദൈവഹിതം അറിയാൻ കഴിയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം ഒന്നെടുത്തേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ മാനസിക മേഖലയിൽ സൗഖ്യം നടന്നാലാണ് നിങ്ങളുടെ എല്ലാ മേഖലകളിലും വിടുതൽ നടക്കുന്നത്. കാരണം മനസ്സെപ്പോഴും എന്തിനാ പ്രിപ്പയർ ആയിരിക്കുന്നതെന്നറിയാമോ? പ്രസന്റ്ലി നടന്ന കാര്യവുമായി ബന്ധപ്പെട്ട് മനസ്സ് ആദ്യം തന്നെ ഒരു നോട്ട് എഴുതും. ഇതിന് ശേഷം ഇങ്ങനെയാണ്, അതിനുശേഷം അങ്ങനെയാണ്, ഇത് ഈ രീതിയിലാണ്, ഇതിന്റെ വാലിഡിറ്റി, ഇതിന്റെ കാലാവധി ഈ രീതിയിലാണ്, ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ. മനസ്സിന് എപ്പോഴും ലിമിറ്റേഷൻസ് ആണ്. മനസ്സിന് കൊടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ആണ്. എന്നാൽ മനസ്സിന് ചിലപ്പോൾ വാങ്ങുന്നതിന് ലിമിറ്റേഷൻ കാണില്ല. ചില വ്യക്തികൾ കടം മേടിക്കുന്നതിന് ഒരു ലിമിറ്റേഷനും ഇല്ല, മേടിച്ചോണ്ടേയിരിക്കും. ഇങ്ങോട്ട് വരുന്നതാണല്ലോ, കടം മേടിച്ചോണ്ടേയിരിക്കും. കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ലിമിറ്റേഷനാണ്. കാരണം മേടിച്ചാൽ കൊടുക്കുന്ന വലിയ ബുദ്ധിമുട്ട്. മനസ്സിന്റെ ലിമിറ്റേഷനാണ്. മനസ്സിന് ഒരു റൂട്ട് ലിമിറ്റേഷൻ ഉള്ളു. എന്നാന്നറിയാവോ? കൊടുക്കുന്ന കാര്യത്തിൽ. വാങ്ങുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിശാലതയാണ്. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും മനസ്സിനെപ്പോഴും ലിമിറ്റ്. പക്ഷേ ആത്മാവിനെ സംബന്ധിച്ച് ലിമിറ്റ്ലെസ് ആണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലൈക്ക് എ റിവർ. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് കുളമല്ല, അതൊരു നദിയാണ്. നദിയാണ്. അതെപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
സ്പിരിറ്റ് അത് ലിമിറ്റ്ലെസ് ആണ്, ലിമിറ്റ്ലെസ് ആയിട്ട് അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദേഹിയുമായി ബന്ധപ്പെട്ടാണ്. വചനം കേൾക്കുന്നതാണെങ്കിലും, വചനത്തെ പഠിക്കുന്നതാണെങ്കിലും, വചനത്തെ ഉൾക്കൊള്ളുന്നതാണെങ്കിലും, വചനത്തെ മനസ്സിലാക്കുന്നതാണെങ്കിലും എല്ലാം നമ്മൾ ദേഹി സംബന്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. ആത്മാവ് യജമാനൻ എന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്ന പക്ഷം, ദൈവം അങ്ങനെയാണ് നമ്മളെ ആദിയിൽ സൃഷ്ടിച്ചത്. ആത്മാവ്, ദേഹി, ദേഹം, ഇങ്ങനെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തതോടെ നേരെ ഇത് തിരിഞ്ഞു. ദേഹം, ദേഹി, ആത്മാവ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം വായിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ 3 ഭാഗങ്ങളിൽ ആദ്യം പറയുന്നത് ആത്മാവാണ്. ദേഹി, ദേഹം, ഇങ്ങനെ പറയുന്നത്. പക്ഷേ പാപം ചെയ്തതോടെ മനുഷ്യൻ നേരെ തിരിഞ്ഞു. ആദ്യം ദേഹം, ദേഹി, ആത്മാവായി. അപ്പൊ ആദ്യം മനുഷ്യൻ ദേഹത്തിനുള്ളത് കണ്ടെത്താൻ തുടങ്ങി, ശരീരത്തിനുള്ളത് കണ്ടെത്താൻ തുടങ്ങി. രണ്ടാമതാണ് പിന്നെ മനസ്സിനുള്ളത്. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിലാണ് പിന്നെ മൂന്നാമത് ആത്മാവിനുള്ളത്. എന്ന് വെച്ചാൽ വേറെ ഒരു പണിയില്ലെങ്കിൽ പ്രാർത്ഥിക്കാം, വേറെ ഒരു ബിസി ഇല്ലെങ്കിൽ ആരാധനയ്ക്കൊന്ന് കൂടാം, പ്രത്യേകിച്ച് വേറെ ഒരു പ്രോഗ്രാം നല്ലത് ടി വിയിൽ ഇല്ലെങ്കിൽ എങ്കിൽ ഒന്ന് യൂട്യൂബിൽ ഒരു മെസ്സേജ് കേട്ട് കളയാം, അല്ലൊരു പാട്ട് കേട്ട് കളയാം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറി. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ പുറത്തു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അതിയായ സഹായം കൂടിയേ തീരുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അതിയായ സഹായം കൂടിയേ തീരുകയുള്ളൂ. 10-ാമത്തെ അധ്യായം അതിന്റെ 3 മുതൽ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, ശ്രദ്ധിച്ചു കേൾക്കണം, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്? സങ്കല്പങ്ങൾ മനസ്സിൽ നിന്നാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, ഏതു വിചാരത്തെയും, എന്താണ് പറയുന്നത്? ഏതു വിചാരത്തെ. ഈ വിചാരം എവിടെ നിന്നാണ് വരുന്നത്? ദേഹിയിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ്, നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. അപ്പൊ ആദ്യം പൗലോസ് പറയുന്നു സങ്കല്പങ്ങൾ, രണ്ടാമത് വിചാരങ്ങൾ, അടുത്തത് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു. കണ്ടോ? നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു. പശ്ചാത്തലത്തിലേക്കൊന്നും പോകാതെ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണും. പൗലോസ് ഈ പറയുന്ന 3 വാക്യങ്ങൾക്കകത്ത് നിന്ന് തന്നെ മനസ്സുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും വിശദീകരിക്കാനും കഴിയും. നോക്കൂ, ഒരു മനുഷ്യന്റെ ആത്മീയ സ്വാതന്ത്ര്യത്തിന് തടസ്സം അവന്റെ മനസ്സ് തന്നെയാണ്. മനസ്സിനകത്ത് അവൻ സ്റ്റഫ് ചെയ്തേക്കുന്ന വസ്തുക്കളും തന്നെയാണ് ഒരു മനുഷ്യന്റെ ആത്മീയ സ്വാതന്ത്ര്യത്തിന് തടസ്സം. ഇനി ഈ ആത്മീയ സ്വാതന്ത്ര്യം ഇല്ലായ്മ തന്നെയാണ് ഇവന്റെ ഭൗതിക സ്വാതന്ത്ര്യത്തിനും വിടുതലിനും തടസ്സം. Glory to God. ഏതു മനുഷ്യനും ക്രിസ്തുവിൽ അനുസരണയുള്ളവനായി തികയുന്ന നിമിഷമാണ് അവന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 32-ലും അതാണ് പറയുന്നത്. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം, നിങ്ങൾ അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ സത്യം അറിയുന്നത് വരെ ഒരു മനുഷ്യൻ, ഇപ്പൊ യഹൂദന്മാർ പറഞ്ഞതുപോലെ അബ്രഹാമിന്റെ സന്തതിയായ ഞങ്ങൾ ഇതുവരെ ദാസന്മാരായിട്ടില്ല. അപ്പൊ തന്നെ യേശു നോക്കുമ്പോൾ 1-ാം തരം അടിമകളായിട്ട് ഇവരിയ്ക്കുന്നത്. ദാസന്മാരെന്നൊക്കെ രണ്ടാമത് പറയും. ഇവർ സങ്കല്പങ്ങൾക്ക് ദാസനാണ്, ഇവർ വിചാരങ്ങൾക്ക് ദാസനാണ്, ഇവർ വികാരങ്ങൾക്ക് ദാസനാണ്, ഇവർ കോപത്തിന് ദാസനും അടിമയുമാണ്, ഇവന് വ്യർത്ഥചിന്തകൾക്ക് ദാസനും അടിമയുമാണ്. ഇങ്ങനെ അടിമത്തത്തിലും ദാസ്യത്വത്തിലും കിടക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിന്റെ പുത്രത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ഒരുവൻ ശിശുവായിരിക്കുന്നിടത്തോളം ഗുരുവിനേക്കാൾ ഒട്ടും മീതെയല്ല. പത്രോസ് പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇത് രാത്രി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് മനസ്സിന്റെ അടിമത്തങ്ങളാണ്. മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അടിമത്തങ്ങൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, സങ്കല്പങ്ങൾ.
ഈ വിചാരങ്ങളും സങ്കല്പങ്ങളുമാണ് എന്റെ ആത്മീയ വേഗത കുറയ്ക്കുന്നത്, എന്റെ വെളിപ്പാടുകളെ തകർക്കുന്നത്, എന്റെ ദൈവിക പ്രസാദത്തെ നശിപ്പിക്കുന്നത്, ദൈവിക ചൈതന്യത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. ഈ വികാരങ്ങളും വിചാരങ്ങളും സങ്കല്പങ്ങളുമാണ്. പൗലോസ് അതല്ലേ പറയുന്നേ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ. ഇപ്പൊ എന്നാ ചെയ്യാനൊക്കും? കർത്താവ് നമ്മളെ ജഡത്തിലായി ഇപ്പൊ നിർത്തിയേക്കുന്നത്, നമ്മളെ ശരീരത്തിലാണ് നിർത്തിയേക്കുന്നത്. ഇപ്പൊ എന്നാ ചെയ്യാൻ നോക്കും? ഇതിനെ ഉരിഞ്ഞു കളയാൻ പറ്റുമോ? പറ്റും. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നു. കുഞ്ഞെ, നിനക്ക് സുവിശേഷം പറയാൻ പോണെങ്കിൽ ബോഡി ഊരി ഇവിടെ വെച്ചു പോയാലും നടക്കുകയല്ല. നീ ഈ ബോഡിയിൽ കയറി പോയാലേ പറ്റൂ. ഞങ്ങൾ ജഡപ്രകാരം നടക്കുന്നു, ഞങ്ങൾ ജഡപ്രകാരം കാണുന്നു, ഞങ്ങൾ ജഡപ്രകാരം ജനത്തോട് വായിക്കൊണ്ട് സംസാരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ജഡത്തിലെ ചിന്തകളല്ല അവരുമായി പങ്കുവെക്കുന്നത്. ജഡത്തിലല്ല കാര്യങ്ങളെ ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നത്, എക്സാമിൻ ചെയ്യുന്നത്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ സഞ്ചാര പഥം വേറെയാ. ഈ ലോകത്തിൽ പലതും ഞങ്ങൾക്ക് നേരെ കല്ല് വരുന്നു, പക്ഷേ ഞങ്ങളെ ആ കല്ലിനൊന്നും ഞങ്ങളെ ചതച്ചിടാൻ കഴിയുന്നില്ല. അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വ്യാപാരത്തിന് വേണ്ടി പോകുന്നു. ഈ ലോകത്ത് ഞങ്ങൾക്ക് കുത്തുവാക്കുണ്ട്, അതൊന്നും എന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നു, നിങ്ങൾ നോക്കുമ്പോൾ ശരീരത്തിൽ സഞ്ചരിക്കുന്നു, പക്ഷെ ഞങ്ങൾ വ്യാപരിക്കുന്നത് ആത്മാവിലാണ്. മോനെ, നീ പ്രാർത്ഥിക്കുമ്പോഴും ആത്മമനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും നിന്റെ സഞ്ചാരവും നിന്റെ പ്രവൃത്തിയും ജഡത്തിലാണെങ്കിൽ, നിങ്ങളുടെ വിചാരവും വികാരങ്ങളും സങ്കല്പങ്ങളും എല്ലാം ജഡത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ, അവരുടെ കുത്തുവാക്ക് തന്നെ ധാരാളം നിന്റെ ആത്മീയ ജീവിതം തകർന്നു പോകാൻ, നിങ്ങളുടെ ജീവിതം തകർന്നു പോകാൻ അവരുടെ കുത്തുവാക്ക്, അവരുടെ ഒരു അവഗണന, അവരുടെ ഒരു റിജക്ഷൻസ്, അവരുടെ ഒരു ആരോപണം ഒക്കെ തന്നെ ധാരാളമാണ് ഒരു വ്യക്തിയുടെ ആത്മീയ പ്രസാദത്തെ നഷ്ടപ്പെടുത്തി കളയാൻ. പക്ഷേ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ആ വാക്ക് നിങ്ങൾ കേട്ട, പോരാടുന്നില്ല. സഞ്ചരിക്കുന്ന എല്ലാവരും പോരാടാൻ വേണ്ടിയിട്ടാണോ സഞ്ചരിക്കുന്നത്? ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി ബാഗ് എടുത്ത് തൂക്കി ഇറങ്ങിയെന്ന് വെച്ചോ, ഞാൻ പോരാടാൻ വേണ്ടിയിട്ടാണോ ഞാൻ ബാഗ് എടുത്ത് തൂക്കി പുറത്തിറങ്ങിയത്? അല്ലല്ലോ. പക്ഷേ ജഡത്തിൽ സഞ്ചരിക്കുന്ന ഒരാത്മീയന് പോരാട്ടമുണ്ട്. റൈറ്റ്. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോരാട്ടമുണ്ട്. ദൈവവചനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോരാട്ടമുണ്ട്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിക്ക് പോരാട്ടമുണ്ട്. ദൈവവചനം വായിക്കുന്ന ഒരു വ്യക്തിക്ക് പോരാട്ടമുണ്ട്. ഇനി വേറൊരു പറയാം, ഇവർക്ക് മാത്രമല്ല പോരാട്ടമുള്ള, സകല മനുഷ്യർക്കും പോരാട്ടമുണ്ട്. എന്നാൽ ജയിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഈ പോരാട്ടം ഉണ്ടെന്ന് അറിയുന്ന ഈ പോരാട്ടത്തിൽ ജയമുള്ളതും ഈ ദൈവത്തെ വിളിക്കുന്നവനാണ്. അതാ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങളുടെ പോരാട്ടം. അടുത്തത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. അകത്തി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ വെപ്പൺസ് കൊണ്ടു നടക്കുന്നത് അകത്താണ്. ഒരു സ്കാനറിലും തെളിയല അത്, ഒരു സ്കാനറിലും ഒരു സ്ക്വാഡിന്റെ മുമ്പിലും തെളിയല അത്. ആ വെപ്പൺസ് തെളിയല. ആ വെപ്പൺസ് തെളിയുന്നത് സാത്താന്റെ മുമ്പിൽ മാത്രമായിരിക്കും. നിനക്കെതിരെ നിൽക്കുന്ന ശക്തിയുടെ മുമ്പിലായിരിക്കും ആ വെപ്പൺസ് ഓപ്പണായി വരുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത അതാ. പ്രാർത്ഥിക്കുന്നവനെ നിങ്ങൾ വളരെ സിമ്പിളായി കാണും, പക്ഷെ അവന്റെ വായി തുറന്നു കഴിഞ്ഞാൽ ഒട്ടും സിമ്പിൾ അല്ലാത്ത ആയുധങ്ങളായിരിക്കും പുറത്തേക്ക് വരുന്നത്. ആത്മീയന്റെ കാര്യമാണ് പറയുന്നത്, ആത്മീയന്റെ വായെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അവന്റെ വായി തുറന്നാൽ മനുഷ്യർക്ക് ദോഷമല്ലാത്തതും എന്നാൽ ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന ദുരാത്മാക്കൾക്ക്, സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന തടസ്സമിടുന്ന സകല ദുരാത്മാക്കൾക്കും ഭീഷണിയായിട്ടുള്ള ശബ്ദങ്ങളും വാക്കുകളും ആയിരിക്കും അവന്റെ വായിൽ നിന്ന് വരുന്നത്. എന്നാൽ ഒരു ജഡികനായി സംബന്ധിച്ചിടത്തോളം, ഒരു ജഡികനായ ആത്മീയനെ സംബന്ധിച്ചിടത്തോളം, അതാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ച റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ച ഫ്ലഷിലുള്ള ആ ഒരു സ്പിരിച്വൽ വർഷിപ്പറെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ വായിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് ഒരു മുറിവ് ഏൽപ്പിക്കില്ല. അവൻ മുറിവേൽപ്പിക്കുന്നത് മുഴുവൻ മനുഷ്യനായിരിക്കും. ഡിഫറൻസ് ഇതാണ്. ഒരു നല്ല ആത്മീയനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിന് രൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വായി തുറന്നാൽ മനുഷ്യർക്കല്ല, ദുരാത്മ മണ്ഡലങ്ങൾക്ക് ഭീഷണിയാകുന്ന ശബ്ദങ്ങളും സ്വരങ്ങളും വാക്കുകളും അവന്റെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ
ജഡികനായ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വായി തുറന്നാൽ പിശാചിന് ഒരു ദോഷവുമില്ല. പിശാചിന് ക്ലാപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വാക്കുകളും മനുഷ്യർക്ക് മുറിവേൽപ്പിക്കുന്ന വാക്കുകളുമായിരിക്കും ആ ജഡികനായ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്നത്. ജഡികനായ ആത്മീയനിൽ നിന്ന് പുറപ്പെടുന്നത്. ദൈവം ഒരിക്കലും അയാളെ ആത്മീയൻ എന്ന് പറയുന്നില്ല. ദൈവം ഒരിക്കലും ആ വ്യക്തി ആത്മീയന്റെ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് മനസ്സ് പുതുക്കമാണ്. മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ വലിയ വ്യത്യാസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. വലിയ ചലനങ്ങൾ ഉണ്ടാകും, വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾക്ക് പ്രവചനാതീതമായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, എന്നാലോ കയ്യിലൊരു കപ്പത്തണ്ട് പോലും ഇല്ലാത്ത പൗലോസ് പറയുന്നു, പക്ഷേ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, എന്നാൽ കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവ സന്നിധിയിൽ ശക്തി. മൈ ഗോഡ്, ആ വാക്ക് നിങ്ങൾ കേട്ടില്ല. ശക്തി. പൗലോസിന്റെ കയ്യിലുള്ളത് ആയുധമല്ല, പൗലോസിന്റെ കയ്യിലുള്ളത് വാളല്ല, ഒരാത്മീയന്റെ കയ്യിലുള്ളത് തോക്കല്ല, ഒരാത്മീയന്റെ കയ്യിലുള്ളത് ബോംബല്ല, ഒരാത്മീയന്റെ കയ്യിലുള്ളത് ശക്തി, പവർ. ഈ പവറാണ് ഒരുവന്റെ വായ് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പവറാണ് ഒരുവന്റെ ആത്മീയന്റെ വായ് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പവർ വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഡെലിവറൻസുകൾ ഉണ്ടാകുന്നത്. പക്ഷെ ഈ പവർ നിന്നിൽ ഓപ്പൺ ആകണമെങ്കിൽ, നീ മാനസികമായി വിടിവിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. മനസ്സ് മുഴുവൻ ബന്ധിക്കപ്പെട്ട്, മനസ്സ് മുഴുവൻ കളങ്കപ്പെടുത്തി, മനസ്സ് മുഴുവൻ അശുദ്ധിയും നിറച്ച്, മനസ്സ് മുഴുവൻ സങ്കല്പങ്ങളും വികാരങ്ങളും വിചാരങ്ങളും കൊണ്ട് നിറച്ച്, വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഇടയിൽ ദൈവവചനത്തെ കോർത്തിണക്കാൻ ഒരു മനുഷ്യനും ദൈവം പെർമിഷൻ തന്നിട്ടില്ല. ഒരു മനുഷ്യനും പെർമിഷൻ തന്നിട്ടില്ല. ഒരു ദൂതന്മാർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല. ആർക്കുമില്ല. മനുഷ്യനെ ദൈവം നോക്കുന്നത് മനസ്സ് ശുദ്ധമായി, ഈ ലോകത്തിന് അനുരൂപമാകാത്ത നിലയിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരാത്മീയനായിട്ടാണ് ദൈവം മനുഷ്യനെ കാണുന്നത്. അവന്റെ വായിലുള്ളത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കാണാനൊന്നും കാണത്തില്ല. നല്ല ആത്മീയനെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കാണാനൊന്നും കാണത്തില്ല. പക്ഷേ അവന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, അവന്റെ കൂടെ നിങ്ങൾ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ സ്പെൻഡ് ചെയ്താലുണ്ടല്ലോ, ഒരു തീ പിടിക്കുന്നത് പോലിരിക്കും. അവന് ബാങ്ക് ബാലൻസ് വലുതായിട്ട് കാണത്തില്ല, അവന് വലിയ കാറ് കാണത്തില്ല, അവന് വലിയ പൊക്കം കാണത്തില്ല, അവന് വലിയ സൗന്ദര്യമൊന്നും കാണത്തില്ല, അവന് പ്രത്യേകിച്ച് പറയത്തക്ക സംഭവങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ അവനിൽ ശക്തിയുണ്ട്. പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, പക്ഷേ കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തി ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. ആ സന്നിധിയിൽ നിന്ന് ശക്തി, ആ ശക്തിക്കകത്താണ് ഇന്ന് രാത്രി താങ്കൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വൻ മതിലുകൾ ഇടിഞ്ഞു വീഴും. ആ ശക്തിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ആ ശക്തി അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെട്ടതെങ്കിൽ വൻ കോട്ടകൾ ഇന്ന് രാത്രി ഇടിഞ്ഞു വീഴും. ഏത് യെരിഹോ മതിലും ഇന്ന് രാത്രിയിൽ ആ ശക്തിക്കകത്താണ് ആരാധിക്കുന്നതെന്നുണ്ടെങ്കിൽ, താങ്കൾ ആ ശക്തിക്കകത്താണ് ആരാധിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇടിഞ്ഞു വീഴും. അത് ആ വാക്ക് വളരെയേറെ എന്നെ തൊടുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഒരു വ്യക്തിക്ക് ജഡപ്രകാരം പോരാടണമെങ്കിൽ അവന്റെ സപ്പോർട്ടിംഗ് ഓർഗൻ എന്ന് പറയുന്നത് അവന്റെ മൈൻഡാണ്, മനസ്സാണ്. ഇതാ പറയുന്നത്, വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്ന് പറയത്തില്ല, മനസ്സാണ്. ഈ മനസ്സിനെ സ്വതന്ത്രമാക്കുക, ഈ മനസ്സിന്റെ ബന്ധനങ്ങളെ നിങ്ങൾ അഴിച്ചുവിടുക, ആത്മാവിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. ഒരു വചനം കേൾക്കുമ്പോൾ ജഡപ്രകാരം അതിനെ എടുക്കരുത്. ഒരാശയം കേൾക്കുമ്പോൾ ജഡപ്രകാരം എടുക്കരുത്. പിശാച് ഭയങ്കര തന്ത്രശാലിയാ, നിങ്ങളെ കബളിപ്പിച്ചു കളയും.
ആത്മാവിൽ അതിനെ വിവേചിക്കുക, ആത്മാവിൽ അതിനെ നിങ്ങൾ കളക്ട് ചെയ്യുക, ആത്മാവിൽ നിങ്ങൾ അതിനെ ശക്തിപ്പെടുത്തുക. എളുപ്പമല്ല, എന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. മനസ്സിനെ നിങ്ങൾ മനസ്സാണ് സകലത്തിന് തടസ്സം. ആദ്യം നിൽക്കുന്ന മനസ്സ്. നിങ്ങൾക്കൊരു മനസ്സിനെ മറികടന്നേ ആത്മാവിലേക്ക് നിങ്ങൾക്ക് വചനം കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ എപ്പോഴേ പറയാം. നിങ്ങൾക്കൊരു മനസ്സിനെ മറികടക്കണം. ആ മനസ്സിനെ നിങ്ങൾ വേറൊരു മനസ്സാക്കി മാറ്റണം. മനസ്സ് വേണം, മനസ്സിനെ കളയാനല്ല പറയുന്നത്. മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിലേ വചനം കേൾക്കാൻ പറ്റൂ, മനസ്സുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഈ മനസ്സിനെ, അതായത് സാറായിയുടെ മനസ്സിനെ ദൈവത്തിന്റെ രണ്ടാമത്തെ ശബ്ദം രൂപാന്തരപ്പെടുത്തിയതുപോലെ, വിശ്വാസമില്ലാത്തവൾ പിന്നീട് വിശ്വസിച്ചതുപോലെ, സ്വീകരിക്കാത്തവൾ പിന്നീട് സ്വീകരിച്ചതുപോലെ ഒരു രണ്ടാം ശബ്ദം ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുകയും ഈ ശബ്ദത്തിൽ നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെടുകയും വേണം. ഒരു മനസ്സ് മറികടന്നേ നിങ്ങളുടെ ആത്മാവിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. മനസ്സ് മറികടന്നേ നിങ്ങളുടെ ആത്മാവിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആ ആത്മാവിൽ ചെല്ലുമ്പോഴാണ് വചനം ക്രിയ ചെയ്യാൻ തുടങ്ങുന്നത്. ആത്മാവിലാണ് വചനം ക്രിയ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ പറയുന്നത് ഇങ്ങനെയാണ്, അവയാൽ ഞങ്ങൾ ജ്ഞാനത്തിന് വിരോധമായ, ഇപ്പൊ തന്നെ കാര്യം പിടികിട്ടി കാണുമല്ലോ. അവയാൽ ഞങ്ങൾ ജ്ഞാനത്തിന്, നിങ്ങൾ ഈ അനുഭവിക്കുന്ന ജ്ഞാനം, നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവജ്ഞാനം, നിങ്ങൾ ഈ അനുഭവിക്കുന്ന ദൈവശക്തി, നിങ്ങൾ ഈ അനുഭവിക്കുന്ന ദൈവകൃപ, നിങ്ങൾ ഈ അനുഭവിക്കുന്ന സ്വസ്ഥത, നിങ്ങൾ ഈ അനുഭവിക്കുന്ന സമാധാനത്തിന് വിരോധമായി. അടുത്തതവിടെ എഴുന്നേക്കുക. നിങ്ങളൊരു വചനം കേൾക്കുമ്പോൾ അടുത്ത ആൾ അവിടെ രണ്ട് കുതിപ്പ് കുതിക്കുക. വിരോധമായി പൊങ്ങുന്ന അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചയും. എടാ, നിന്നെ ഉയരാൻ സമ്മതിക്കാത്ത ഇതേ സാധനം തന്നെയാണ് ഇപ്പൊ ഉയർന്നു നിന്ന് നിന്റെ പരിജ്ഞാനത്തെ തടയുന്നത്. നിന്നെ എഴുന്നേൽപ്പിച്ചു വിടാൻ അനുവദിക്കാത്ത മാനസിക ബന്ധനങ്ങളും കുറെ ചിന്തകളും കുറെ മിത്സും ഒക്കെ തന്നെയാണ് ഇപ്പോഴും എഴുന്നേറ്റ്, ഇത് കുറെ ഞങ്ങൾ കേട്ടത്, ഈ വചനം പുള്ളിക്കാരനേക്കാൾ വലിയൊരാളെടുത്തതാ, അന്നൊന്നും ഞങ്ങൾക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല. ഇത് പ്രാർത്ഥന, ഇത് കുറെ പണിയില്ലാത്തവരിയ്ക്കുന്ന സ്ഥലമല്ലേ. ഈ സങ്കല്പങ്ങൾ, ദൈവത്തെ പരിഹസിക്കുന്നവരുടെ കൂട്ടായ്മകൾ, ദൈവവചനം കള്ളമെന്ന് പറയുന്നവർ, ദൈവം ഇല്ല എന്ന് പറയുന്ന മൂഢന്മാർ, ഇങ്ങനെയുള്ള കുറെ വികാരങ്ങളും സങ്കല്പങ്ങളും വിചാരങ്ങളും എല്ലാം ഉയർന്നു പൊങ്ങി ദൈവത്തിന്റെ പരിജ്ഞാനത്തെ തകർക്കുന്ന, ദൈവപരിജ്ഞാനത്തെ തകർക്കുന്ന ആ ചിന്തകളെ ഞങ്ങൾ ഇടിച്ചുകളഞ്ഞ് ഏതു വിചാരത്തെയും, കണ്ടോ, ഏതു വിചാരത്തൊക്കെ മനസ്സുമായി ബന്ധപ്പെട്ടതാ, ചിന്തകൾ, ബുദ്ധി ആയിട്ട് ബന്ധപ്പെട്ടതാ, വിചാരങ്ങൾ. ഈ വചനം കൊണ്ടൊന്നും കാര്യമില്ല, പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല, എന്തൊക്കെ പറഞ്ഞാലും വെറുതെ ഇരുന്ന പൈസ കിട്ടുമോ? അധ്വാനിച്ചാലേ പൈസ കിട്ടും. കറക്റ്റ്, അധ്വാനിച്ചാലേ പൈസ കിട്ടൂ. അധ്വാനിച്ച് നിന്റെ കയ്യിൽ പണം വരണമെങ്കിലും ഒരു ഡെലിവറൻസ് വേണം. നീ അധ്വാനിക്കുന്ന പണം കയ്യിൽ നിൽക്കണമെങ്കിലും നിനക്കൊരു ഡെലിവറൻസ് വേണം. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞേ. ഡെലിവറൻസ്, നിന്റെ നന്മകളെ ചോർത്തിക്കളയുന്ന ഒരു സ്പിരിറ്റ്, നിങ്ങൾ അധ്വാന ബലത്തെ തിന്നുകളയുന്ന വേറൊരു വ്യാപാരം, നിങ്ങളെ രോഗിയാക്കുന്ന ഒരു ദുർശക്തി, അതിൻ്റെ അകത്തെല്ലാം ഒരു വിടുതൽ വേണം. കോട്ടകൾ ഇടിയണം, കോട്ടകൾ ഇടിയണം, കോട്ടകൾ ഇടിയണം. യേശുവിന്റെ നാമത്തിൽ അതിന് വിരോധമായി പൊങ്ങുന്ന സങ്കല്പങ്ങളും, അതിന് വിരോധമായി പൊങ്ങുന്ന സങ്കല്പങ്ങളും വിചാരങ്ങളും എല്ലാം ഞങ്ങൾ ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഏതു വിചാരങ്ങളും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഇന്ന് രാത്രിയിൽ എൻ്റെ മാന്യ സുഹൃത്ത് ചെയ്യേണ്ടത് ഈ വചനം അനുസരിക്കുക. വചനശക്തിയാൽ ആ വിചാരങ്ങളെ പിടിച്ച് അടക്കുക, വികാരങ്ങളെ പിടിച്ച് അടക്കുക. മനസ്സാണോ സംസാരിക്കുന്നേ, ആത്മാവാണോ സംസാരിക്കുന്നേ എന്ന് തിരിച്ചറിയാനുള്ള ദൈവജ്ഞാനം പ്രാപിക്കുക. ഞാനൊരു വിഷയത്തിന് പ്രാർത്ഥിച്ചാൽ ഒരു ഗുണവുമില്ല. നോക്ക്, കഴിഞ്ഞ ദിവസം എന്നെ ഒരു കൂട്ടർ വിളിച്ചു. എന്നെ ഒരു കൂട്ടരെന്ന് വെച്ചാൽ ഒരു വ്യക്തി വിളിച്ചിട്ട് ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തോട്ടുണ്ട്,
ഓൾറെഡി മനസ്സിന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലും ഉണ്ട് കേട്ടോ. പക്ഷെ അത് പിടിക്കുന്നത്, ആ പിശാചിന്റെ ആ പ്രവൃത്തി പിടിച്ചു കെട്ടുന്നത് ദൈവപരിജ്ഞാനം ഉള്ളവനാണ്. മനസ്സിന് ഓൾറെഡി എപ്പോഴും മനസ്സ് ഒരു സിസ്റ്റം ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റം എല്ലാ കാര്യത്തിനും ഒരു സിസ്റ്റം ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിസ്റ്റം നിനക്ക് തകർക്കാൻ പറ്റണം. മനസ്സിന്റെ സിസ്റ്റം തകർത്ത് ആത്മാവിന്റെ സിസ്റ്റത്തിനൊത്തവണ്ണം മനസ്സ് കോൺഫിഗർ ആകണം. അതാണ് ജയകരമായ ജീവിതം. ഭയങ്കരമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നാലേ പറ്റൂ. ഓക്കെ, ആ സിസ്റ്റം ഇപ്പൊ നോക്ക്, നിങ്ങൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ, ഇപ്പൊ ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓൾറെഡി മനസ്സിൽ ഒരു സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ ബേസിക് നേച്ചർ എന്നാണ്, അതുകൊണ്ട് ആ വ്യക്തി വന്നാൽ ഇങ്ങനെ ആ വ്യക്തി ഇപ്പൊ ഇങ്ങനെ പറയും, ആ വ്യക്തി ഇപ്പൊ അങ്ങനെ പറയുമായിരിക്കും. പുള്ളി അത് ചിന്തിക്കത്തോലുമില്ല. പക്ഷെ മനസ്സ് പറയാണ്, അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പൊ ആ സബ്ജക്ട് എടുത്തിടും. അയാൾ ആ സബ്ജക്ട് എടുത്തിട്ടാ പിന്നെ ഇങ്ങനെ പറയും, പിന്നെ അന്നിരുന്ന് ആ കാര്യം അന്ന് പറഞ്ഞതുപോലെ പറയും, അങ്ങനെ ചെയ്യും, പിന്നെ അടിയാവും, പിന്നെ അങ്ങനെയാവും, പിന്നെ ഇങ്ങനെയാവും. പുള്ളി വന്നെത്തിയിട്ട് പോലും ഇല്ല. പക്ഷെ നമ്മള് പുള്ളിയെ വിളിച്ചു വരുത്തി, പുള്ളിയെ കൊണ്ട് സംസാരിപ്പിച്ച്, പുള്ളി പറയാത്ത കാര്യങ്ങളും കൂടെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വലിയൊരു സിനിമയാക്കി കാര്യം വെച്ചിട്ടുണ്ട്. 2.5 മണിക്കൂർ തീർന്നു കിട്ടും. ഇതെല്ലാം സിസ്റ്റം ഇങ്ങനെ വെക്കുകയാണ്, സിസ്റ്റം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സിസ്റ്റത്തിലേക്കാണ് ഇവർ പറഞ്ഞ കഥാപാത്രം കയറി വരുന്നത്. പുള്ളി വാ തുറക്കുന്നതിന് മുന്നേ ഇവിടുന്ന് അങ്ങോട്ട് വാ തുറന്നിരിക്കും. എന്താ കയറി വന്നേ, ഇന്നിനിയിപ്പോ ഇതാണോ അടുത്ത തുടക്കം എന്ന് പറഞ്ഞ് ഇവര് തന്നെ അങ്ങോട്ട് സംസാരിച്ച് ഇവർ ചിന്തിച്ചത് മുഴുവൻ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റും. ആരാടാ തെറ്റുകാരൻ? വാസ്തവത്തിൽ ആരാ തെറ്റുകാരൻ? അദ്ദേഹമാണോ ഇദ്ദേഹമാണോ? ഇദ്ദേഹം. മനസ്സിന്റെ ചിന്തകൾ കൈവിട്ടു പോകും. മനസ്സ് നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നടക്കും. മനസ്സിന്റെ തലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരുപാട് ജ്ഞാനികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. മനസ്സുകൊണ്ട് എന്തും നടക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ ആത്മാവ് കൊണ്ട് എന്തും നടക്കും എന്ന് പറയുന്ന പക്ഷക്കാരനാണ്. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നോക്ക്, മനസ്സിന്റെ സിസ്റ്റത്തെ നമുക്ക് ഇന്ന് രാത്രിയിൽ ഉടച്ചു വാർക്കാനായിട്ട് കഴിയണം. ആരോ എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്താകണമെന്ന് മാത്രമാണ് ദൈവം പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വിശുദ്ധിയുള്ള ആരാധനയായി, നിങ്ങൾ ശരീരം ശുദ്ധിയുള്ളവരായി, ഇങ്ങനെയാ ദൈവാത്മാവ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ എന്താകണമെന്ന് മാത്രമാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഞാൻ എന്തായിക്കൂടാന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ കാര്യം മാത്രമാണ് നോക്കേണ്ടത്. അതായത് ആത്മീയമായ കാര്യത്തിൽ ഞാനാണ് ആദ്യം മാറേണ്ടത്. എന്നിലാണ് ആദ്യം ആ രൂപാന്തരം വരേണ്ടത്. എന്നിലാണ് ആ വ്യത്യാസം വരേണ്ടത്. മനസ്സിന്റെ സിസ്റ്റം ഇന്ന് രാത്രിയിൽ, ആ ബിലീവ് സിസ്റ്റം ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതാ പറയുന്നത്, നിങ്ങളുടെ അനുസരണം അല്ല, വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാ, ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് അവരുടെ മനസ്സിൽ ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ട്. എന്താണ്? എന്റെ വായിൽ നിന്ന് ദൈവവചന വിരുദ്ധമായി ഒരു കാര്യം സംസാരിക്കണം. അതിന് അവർക്കൊരു ആശ്വാസം വേണം. എന്താ? ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്യാന്ന്, ഈ ഒരു ആശ്വാസം വേണം. രാവിലെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ആ വ്യക്തി എന്നോട് സംസാരിച്ചത്, പാസ്റ്റർ ഞാൻ ഇന്ന വ്യക്തിയാണ്, പറയൂ. ഞാൻ കുറെ ദൈവദാസന്മാരെ വിളിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്ററെ വിളിച്ചത്. അന്നേരമേ കാര്യം എനിക്ക് കത്തി. താങ്ക് യു, എനിക്ക് തന്ന മാർക്കിന് സ്തോത്രം. ഞാൻ കർത്താവിന് സ്തോത്രം പറഞ്ഞു. താങ്ക് യു. ആരെയും വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് എന്നെ വിളിച്ചു. വെരി ഗുഡ്. പറയൂ. ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ്. പാസ്റ്ററിന് ആ കാര്യം അറിയാലോ. ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പുള്ളിക്കാരൻ മടങ്ങി വന്നില്ല. ആയതിനാൽ ഞാൻ മറ്റൊരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിതനായിരിക്കുകയാണ്. പക്ഷെ വേദപുസ്തകം പറയുന്നു ഇങ്ങനെയാണ്, അതുകൊണ്ട് പാടില്ല, അങ്ങനെയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ എന്നൊക്കെ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. പാസ്റ്ററിന്റെ അഭിപ്രായം എന്താണ്? ആ ചോദ്യത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ നടുങ്ങിപ്പോയി. അവർ തന്നെ വചനം എന്നോട് പറഞ്ഞു, അവർ തന്നെ അത് പാടില്ല എന്ന് പറഞ്ഞു. അവരെന്നോട് ചോദിക്കുന്നു, ഈ വചനത്തിന് വിരോധമായി എന്തെങ്കിലും സംസാരിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ അതാണ് എനിക്ക് കേൾക്കേണ്ടത്. അവരുടെ ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. ഞാൻ പറഞ്ഞു, ദൈവവചനം അങ്ങനെയാണല്ലോ പറയുന്നത്, റെഫറൻസ് സഹിതം പറഞ്ഞല്ലോ, അപ്പൊ നമുക്കത് പാടില്ല. അവരുടെ സ്വരം പെട്ടെന്ന് മാറി, പെട്ടെന്ന് ശബ്ദം മാറി, ശബ്ദത്തിന്റെ കനം മാറി. ഈ ദൈവവചനവും പൊക്കിപ്പിടിച്ചോണ്ട് അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവവചനവും പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നവന്മാര് എനിക്കൊരു കുടുംബം ഉണ്ടാക്കി തരുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമായ മറുപടിയാണ്
എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോകുന്നില്ല. ദൈവവചന വിരുദ്ധമായി എന്നിൽ നിന്ന് കേൾക്കില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവവചനവും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവന്മാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരി, എന്നോട് സംസാരം നിർത്താം, നിങ്ങൾക്ക് പോയി വേറെ ആരോടെങ്കിലും സംസാരിക്കാം. ആ കോള് ഞാൻ കട്ട് ചെയ്തു. നോക്കൂ, അതിരാവിലെ എൻ്റെ ആ നല്ല ഒരു അറ്റ്മോസ്ഫിയറിനെ നശിപ്പിക്കാൻ വേണമെങ്കിൽ ആ സ്ത്രീക്ക് കഴിയുമായിരുന്നു. വേണമെങ്കിൽ എനിക്ക് അനുവാദവും കൊടുക്കാമായിരുന്നു. കാരണം നല്ലൊരു ദിവസമായിരുന്നു, ഇന്നിനിപ്പോ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആ വാക്ക് എന്നെ മുറിവേൽപ്പിച്ചു. ഞാൻ സ്തോത്രം പറഞ്ഞ് എഴുന്നേൽക്കാൻ നിന്നതാ, ആ വാക്ക് എന്നെ മുറിവേൽപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതലുള്ള പ്രാർത്ഥന ഞാൻ ക്യാൻസൽ ചെയ്തു. വൈകിട്ടെങ്ങാനും സാഹചര്യം ഒരുങ്ങി വരുന്നെങ്കിൽ പ്രാർത്ഥിക്കാം. ഹേ മൂടാ, നീ അവിടെ പിശാചിന്റെ ട്രാപ്പിൽ പിടിക്കപ്പെട്ടു, അവിടെ പിടിക്കപ്പെട്ടു. എഴുന്നേറ്റ് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ച് ആ ശബ്ദത്തെ പോലും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദൈവവചനം എനിക്കിഷ്ടമുള്ളതുപോലെ പോകാൻ അനുവദിക്കുന്ന ഒരു പുസ്തകമല്ല. ദൈവത്തിന്റെ നിയമം എന്റെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം വഴക്കിയെടുക്കാൻ കഴിയുന്ന നിയമമല്ല. അവനൊത്തവണ്ണം, അവന്റെ വിശുദ്ധിക്കൊത്തവണ്ണം, അവന്റെ നീതിക്കൊത്തവണ്ണം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. നമുക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്? ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും തോന്നുന്നുണ്ടോ? ഇവിടെയാണ് മനസ്സ് പുതുക്കേണ്ടത്. അപ്പൊ വാസ്തവത്തിൽ അവർക്ക് വിശ്വാസം ബൈബിളിലാണോ? ഒന്ന് ഓർത്തു നോക്കിയേ. ദൈവവചനം തന്നെ അത് പറയുന്നു എന്ന് പറയുന്ന മനസ്സ്, ഇത് പറയുന്നവന്മാർ എന്ന് പറയുന്ന മനസ്സ്, ഇവന്മാർ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരുമോ എന്ന് സ്വയം ചിന്തിപ്പിക്കുന്ന മനസ്സ്, അതിനവർ അടിമയാണ്. ആ അടിമത്തം പൊട്ടി അല്ലാതെ അവരുടെ ജീവിതത്തിൽ വേറൊരു ബ്ലെസ്സിങ് ഇല്ല. അതെന്തോ ചെയ്യാനൊക്കെ നമുക്ക് ദൈവവചനത്തിന്റെ വ്യവസ്ഥ അങ്ങനെ ആയിപ്പോയി. അവർക്ക് ബ്ലെസ്സിങ് ഇല്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാലേ ബ്ലെസ്സിങ് ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ശാപത്തിലിട്ടിരിക്കുന്ന ദൈവമാണെന്ന് പറയാൻ നമുക്ക് അർഹതയില്ലപ്പാ. ഹല്ലേലൂയ. നമ്മൾ ആ ദൈവത്തിനൊത്തവണ്ണം രൂപാന്തരപ്പെടുകയാണ് വേണ്ടത്. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ രൂപാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, തെറ്റ് ചെയ്യാതിരിക്കുക, പാപം ചെയ്യാതിരിക്കുക. തെറ്റും പാപങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുകയാണെങ്കിൽ, അറിയാതെ സംഭവിച്ചു പോകുകയാണെങ്കിൽ, കർത്തൃസന്നിധിയിൽ നെടുമ്പാടെ വീഴുക. വിശുദ്ധന്മാരെ തേടി അല്ല കർത്താവ് വന്നത്, വിശുദ്ധന്മാരാക്കാനാണ് വന്നത്. പാപികളെ തേടിയാ വന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമോ? തിരഞ്ഞെടുത്തവൻ വിശുദ്ധന്മാരാകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. Glory to Jesus. Hallelujah. ദൈവം എത്ര വിശ്വസ്തനാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തീരത്തില്ല ഈ ടോപ്പിക്ക്. യാക്കോബ് എഴുതിയ ലേഖനം 4:7 പെട്ടെന്ന് എടുക്കാമോ? യാക്കോബ് എഴുതിയ ലേഖനം 4:7. യാക്കോബിന്റെ ലേഖനം 4:7. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും സമയം കേട്ടല്ലോ. ഇത്രത്തോളം ജനങ്ങൾ യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും ദൈവമക്കൾ സൂമിലായിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇനി മനസ്സിന് കീഴ്പ്പെട്ട് കൊടുക്കുകയാണോ? ഇനി ഞാൻ മനസ്സിന്റെ ചിന്തകൾക്ക് വിട്ടുകൊടുക്കുകയാണോ? മനസ്സിന്റെ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് കൊടുക്കുകയാണോ? ഞാനൊരു ദാസനായി തന്നെ പിശാചിനും പാപത്തിനും ലോകത്തിനും വ്യക്തികൾക്കും എല്ലാം അടിമയായി കിടക്കുവാണോ വേണ്ടത്? നോ. ഇനി നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാകാൻ തയ്യാറാകുക. എന്താ ചെയ്യേണ്ടത്? 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. എഴുന്നേറ്റ് വാ. ആദ്യം കീഴടങ്ങണമെങ്കിൽ എന്തോ വേണം മോനെ? കീഴടങ്ങണമെങ്കിൽ എന്തോ വേണം? എഴുന്നേറ്റ് വരണം. കാരണം ഇപ്പൊ നീ കീഴ്പ്പെട്ടിരിക്കുക. ഇപ്പൊ നീ പാപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ശാപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ദുർസംശയങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, നുണയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, കോപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു, അശുദ്ധിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, ഉറക്കത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു, മടിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, അന്ധകാര ശക്തികൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, ലോക ഇമ്പങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ വേണം? ജഡത്തിൻ്റെതായിട്ടുള്ള എല്ലാറ്റിലും കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ കീഴ്പ്പെട്ട് ഇടത്തിരുന്നോണ്ട് നിനക്ക് ഇനി ഒരിടത്ത് കീഴടക്കാൻ പറ്റത്തില്ല. കാരണം ഒരേ സമയം ഒരു യജമാനനെ നിനക്ക് സേവിക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം. ഒരേ സമയം നിനക്ക് മാമോനെയും ദൈവത്തെയും ഒരേ സമയം സേവിക്കാൻ പറ്റത്തില്ല. ആകെ അവതാളത്തിലായി പോകും കാര്യം. ആകെ അവതാളത്തിലായി പോകും. 2 വള്ളത്തിൽ കാല് വെക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ പോലെ ആകെ അവതാളത്തിലായി പോകും. കപ്പൽ രണ്ടും 2 വശത്ത് പോവുകയും ചെയ്യും. ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പൊ ആദ്യം എന്നാ ചെയ്യേണ്ടത്? ദൈവത്തിന് കീഴടങ്ങുവീൻ. അപ്പൊ കീഴടങ്ങണമെങ്കിൽ ആദ്യം ഞാൻ എഴുന്നേറ്റ് വരണം. എന്റെ അന്ധവിശ്വാസങ്ങൾ, എന്റെ അവിശ്വാസങ്ങൾ, എന്റെ അകൃത്യങ്ങൾ, എന്റേതായിട്ടുള്ള വികാരങ്ങൾ, എന്റേതായ വിചാരങ്ങൾ, എന്റേതായ സങ്കല്പങ്ങൾ, ഇതിനകത്ത് നല്ല എഴുന്നേറ്റ് വരണം. എഴുന്നേറ്റ് വന്നാലേ നിനക്ക് വേറൊരു വ്യക്തിയെ കാണാനൊക്കെ. നീ ഈ തലകമരുത്തി ഇട്ട് കഴിഞ്ഞാൽ മുമ്പിൽ വന്നിരിക്കുന്ന തേജസ് നീ എങ്ങനെ കാണും? ഈ തല കുമ്പിട്ടിരിക്കുക, കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ കീഴടങ്ങിയിരിക്കുക, കുമ്പിട്ടിരിക്കുക. ഇതിനകത്തിരുന്ന പിന്നെ നിന്റെ മുമ്പിൽ വന്നൊരു വ്യക്തി നിന്ന് അവന്റെ മുഖം നീ എങ്ങനെ കാണും? ഇവന്റെ കാല് കാണും, ചിലപ്പോൾ അവന്റെ വസ്ത്രം കാണും, ചിലപ്പോൾ തൊങ്ങൽ വരെയൊക്കെ കണ്ടെന്നിരിക്കും.
പക്ഷെ നീ ഇപ്പൊ ഒന്നിന് കീഴ്പ്പെട്ടിരിക്കുവല്ലേ, എഴുന്നേൽക്കണം. നീ കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിലും, നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണെങ്കിലും ഇന്ന് രാത്രി എഴുന്നേൽക്കണമെന്നാണ് ആത്മാവ് പറയുന്നത്. ചിലതിനെ കുടഞ്ഞെറിഞ്ഞ് നീ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവാത്മാവ് പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. 2, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. കീഴടങ്ങുന്നവന് മാത്രമേ എതിർത്തു നിൽക്കാൻ കഴിയത്തുള്ളൂ. 1 ദൈവം, 2 പിശാച്. പിശാചിന് കീഴ്പ്പെടുന്നവൻ എപ്പോഴും ദൈവത്തോട് എതിർത്ത് നിൽക്കും. പിശാചിന് കീഴ്പ്പെടുന്നവൻ എപ്പോഴും ദൈവത്തോടും ദൈവിക ആശയങ്ങൾക്കും ദൈവവിശ്വാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എതിരായിട്ട് നിൽക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ കാണും. ആ മനുഷ്യനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ആ മനുഷ്യൻ ഇപ്പൊ പിശാചിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. സത്യം അറിഞ്ഞത് ഞാനും നിങ്ങളുമാണ്. ഞാനും നിങ്ങളും എഴുന്നേൽക്കുക. ഏതെങ്കിലും അടിമത്തത്തിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ആ മൈൻഡ് സിസ്റ്റം, പുള്ളി അങ്ങനെ, പുള്ളി ഒരു കാലവും എഴുന്നേറ്റ് വരത്തില്ല, രക്ഷപ്പെടത്തില്ല, നന്നാകത്തില്ല, ആ വാക്ക് തന്നെ ഛേദിച്ച് കളയുക. വായിന്ന് നാവിന്ന് വാക്ക് ഛേദിച്ച് കളയുക. ഇത് ഒരു കാലവും സൗഖ്യമാകാത്തൊരു രോഗമാണല്ലോ, ആ വാക്ക് ക്യാൻസൽ ചെയ്യുക. ഇതെങ്ങും ഒരു കാലം ഗുണപ്പെടാൻ പോകുന്നില്ല, ആ വാക്ക് ക്യാൻസൽ ചെയ്യുക. എന്റെ കടം ഒരു കാലവും തീരാൻ പോകുന്നില്ല, ആ വാക്ക് ക്യാൻസൽ ചെയ്യുക. എനിക്കൊന്നും ഒരു നല്ല കാലം ഉണ്ടാകാൻ പോകുന്നില്ല, ആ വാക്ക് ക്യാൻസൽ ചെയ്യപ്പാ. എന്നെ കൊണ്ടൊന്നും ഇത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, ക്യാൻസൽ ചെയ്യുക. എവിടെയാ നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നത്? നിങ്ങളിപ്പോ പിശാചിനെ കീഴ്പ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ല. മനസ്സിന്റെ സിസ്റ്റം അങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. മനസ്സിന്റെ സിസ്റ്റം അങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. പക്ഷേ ദൈവാത്മാവിൽ നിറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നു, ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ. പിശാചിന് കീഴ്പ്പെട്ടവൻ ദൈവത്തോട് എതിർത്ത് നിൽക്കും, ദൈവത്തിന് കീഴ്പ്പെട്ടവൻ പിശാചിനോട് എതിർത്ത് നിൽക്കും. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ ഓടിക്കൊന്നും വേണ്ട. ദൈവത്തിന് കീഴടങ്ങുന്നവനെ പിശാചിന് ഭയമാണ്. ദൈവത്തിന് കീഴടങ്ങുന്നവൻ, ചുരുക്കി പറഞ്ഞ പ്രാർത്ഥിക്കണ്ടെന്ന്. ആരുടെയൊക്കെ കണ്ണ് തിളങ്ങി, പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന് കീഴടങ്ങുന്നവരെ പിശാചിന് പേടിയാണ്. കാരണം ഓടൂന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ കർത്താവേ, മൈ ഗോഡ്, പപ്പ, ഞാൻ ഇന്ന് രാത്രി വചനത്തിന്റെ കീഴിൽ എന്നെ സറണ്ടർ ചെയ്യുക. പപ്പ, ഞാൻ അങ്ങേക്ക് കീഴ്പ്പെടുന്നു. ഞാൻ എവിടെയെങ്കിലുമൊക്കെ കീഴ്പ്പെടാനുണ്ടെങ്കിൽ പൂർണ്ണമായി ഈ വചനത്തിന്റെ മുമ്പിൽ ഞാൻ കീഴ്പ്പെടുത്തുകയാണ്. എന്നെ, എന്റെ ബുദ്ധിയെ, എന്റെ മനസ്സിനെ, എന്റെ ചിന്തകളെ എല്ലാം ഞാൻ കീഴ്പ്പെടുത്തുകയാണ്. എന്റെ ഹോൾ ഫാമിലി കർത്താവ് ഈ വചനത്താൽ ദൈവത്തിന് കീഴ്പ്പെടുത്തുകയാണ്. പപ്പ, ഗ്ലോറി ടു ജീസസ്. പിശാചിനെ ശാസിക്കണ്ട, ദൈവത്തിന് കീഴ്പ്പെട്ടാ മതി. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ, കൈകളെ വെടിപ്പാക്കുവിൻ. ഇരുമനസ്സുള്ളവരെ, കണ്ടോ, ഒരു ശരീരം മതി, വ്യത്യസ്ത മനസ്സുകൾ ഉണ്ടാകും. ഒരു ശരീരം മതി, 2-3 മനസ്സുണ്ടാകും. പറയുക, പാപികളെ, കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ. എന്നാ ചെയ്യാനോ? വചനമാ പറയുന്നത്. ഇരുമനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഹൃദയത്തെ തൊടണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമാകണം. പിടികിട്ടിയ കാര്യം. ഹൃദയത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമാകണം. ഹൃദയത്തിലേക്ക് കുറിച്ച് നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ തലങ്ങൾ വെടിപ്പാകണം. ഹൃദയത്തെ കുറിച്ച് നമുക്ക് വിചാരപ്പെടണമെന്നുണ്ടെങ്കിൽ, ഹൃദയത്തിനകത്ത് അവനെ വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിനകത്തൊരു വ്യത്യാസവും വിടുതലും ഉണ്ടാകണം. ഞാൻ നിർത്തുക, സമയം ഒത്തിരി മുമ്പോട്ട് പോയി. ഗ്ലോറി ടു ജീസസ്. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇന്ന് രാത്രിയിൽ ഉയരാനുള്ള, അനുഗ്രഹിക്കപ്പെടാനുള്ള, നന്മ പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നാന്നറിയാവോ? ദൈവത്തിന് കീഴ്പ്പെടുക. ആ ഇരുമനസ്സിന്റെ അവസ്ഥകളെ എല്ലാം ശാസിക്കുക. ഇരുമനസ്സിന്റെ അവസ്ഥകളെ എല്ലാം ശാസിക്കുക. ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി കീഴ്പ്പെടുക. ഒരു ഡെലിവറൻസിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ. അങ്ങയുടെ ആത്മാവിൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ.
എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. അതിനു മുന്നേ യൂട്യൂബിലും സൂമിലും നിൽക്കുന്നവർ നിങ്ങളെ തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ഈ സന്ദേശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തൊട്ടിട്ടേ ഉള്ളൂ, ഈ ഒരു മേഖല തൊട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് ഇത്ര വിശാലമായി ദൈവാത്മാവ് സംസാരിച്ചെങ്കിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഇനി ഉണ്ടെന്നും കൂടെ നിങ്ങൾ അറിയുക. ഇരുമനസ്സ് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇരുമനസ്സുള്ളവർക്ക് എത്ര ചിന്തയുണ്ടാകും? ഒരു സമയം തന്നെ ആയിരക്കണക്കിന് ചിന്തകളാണ് തലച്ചോറിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെയാണ് ഇരുമനസ്സാണെങ്കിൽ എത്രത്തോളം ചിന്തകൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇരുമനസ്സുള്ളവർക്ക് വ്യത്യസ്ത വിശ്വാസങ്ങളായിരിക്കും, വ്യത്യസ്തമായ തീരുമാനങ്ങളായിരിക്കും. ഇതൊക്കെ ഒരു വ്യക്തി അവതാളത്തിലാക്കുന്ന കാര്യമാണ്. ഗ്ലോറി ടു ജീസസ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുന്ന സമയമാണ് ഇത്. രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം, ഞാനൊന്നും പറയില്ല, പക്ഷേ നിങ്ങളുടെ മേൽ ദൈവിക വിടുതൽ, ആ മനസ്സിൻ്റെ തലങ്ങളിൽ ഒരു സുഖം, ഒരു സ്വസ്ഥത നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവാത്മാവ് നിങ്ങളെ ഇന്ന് രാത്രി സ്പർശിക്കും. അതിനുവേണ്ടി യൂട്യൂബിലും സൂമിലുമുള്ളവർ ഒരുങ്ങുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കാനായി ആഗ്രഹിക്കുകയാണ്. Glory to Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. എല്ലാവരും സമർപ്പണത്തോടായിരുന്നേ നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത്, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സ്പർശിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, Holy Spirit anash alaituru haltigi biharthuni viharthuna jagasta babaushis lebra sakhoro shalthar vahandargi sandr vihastuni laidar de khosta valachasto khuwa shakhona daramtiri vihasta. Holy Spirit shiala khatha brahanda lava yathara khosi khala ramba shikhala rainbow tasetaya. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ എല്ലാ ദൈവമക്കളും. ഷാൽബാബ്രഹാഠേ ഷാഠേ യാസ്തോ റാസ്തോ ബ്രഷാഖാഠാലാബ ലേംബാബാബ ശിഖാഠാല റാൽതാറാ സേംബോഷിയ. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. മനസ്സിന്റെ സൗഖ്യത്തിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നെ നടത്തുകയാണ്. മനസ്സിന്റെ സൗഖ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ നടത്തുകയാണ്. മാനസിക മേഖലകളിൽ ഇന്ന് പകലിൽ ഒരു വലിയ വിടുതൽ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഷാബോറോസോറ്റെസ് പവറബാഷ് ലാബ്രോസിഖാഠാൽബോഷ്. യേശുവേ, മാനസിക മേഖലകളിലുള്ള യുദ്ധങ്ങൾ, എത്ര വചനം കേട്ടാലും അതങ്ങോട്ട് വിശ്വസിച്ചാൽ പോലും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിയാത്ത തരത്തിലുള്ള മാനസിക യുദ്ധങ്ങൾ ഇന്ന് രാത്രിയിൽ വ്യക്തികളിൽ ആ വിടുതലുകൾ ആരംഭിക്കട്ടെ. അവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട്, അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ, വിശ്വസിക്കാൻ പോലും ഭയമുള്ളവർ ഇതിനകത്തുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പോലും ഭയമുള്ളവർ ഇതിനകത്തുണ്ട്. വിടുതൽ നടക്കട്ടപ്പ. എൻ്റെ അനുഭവങ്ങൾ അങ്ങനെ അല്ലല്ലോ, എൻ്റെ മുൻ അറിവുകളും മുൻ അനുഭവങ്ങളും അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കാൻ പോലും കഴിയാത്തവർ ഇതിനകത്തുണ്ട്. പിതാവേ, ആ സൗഖ്യം ഇന്ന് രാത്രിയിൽ, ആ ദൈവിക സൗഖ്യം ഇന്ന് രാത്രിയിൽ നൽകുക പ്രിയനെ, നൽകുക പ്രിയനെ. അബ്രഹാമിന്റെ മേൽ ആ ദൈവിക സൗഖ്യം, മാനസിക മേഖലയിലുണ്ടായ മുറിവുകൾ, ചിന്താമണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായ മുറിവുകൾ മാഞ്ഞു പോകുന്ന ദൈവശക്തി ഇറങ്ങട്ടെ. ആ ദൈവിക ആശ്വാസത്തിന്റെ കാറ്റ് മനസ്സിന്റെ തലങ്ങളിലേറ്റ മുറിവുകൾ, ബോധമനസ്സിലും ഉപബോധ മനസ്സിലും അബോധ മനസ്സിലുമായി മറഞ്ഞു കിടക്കുന്ന വാക്കിന്റെ മുനകൾ, മുറിവുകൾ, മുള്ളുകൾ മാഞ്ഞു പോകട്ടെ. അത് രോഗകാരണമായി തീർന്നത്
യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആകട്ടെ. ആ ശക്തി ഇന്ന് രാത്രി നിങ്ങളെ തൊടുന്നു. ആ ശക്തി നിങ്ങളെ തൊടുന്നു. ആയുധമല്ല, ശക്തി നിന്നെ തൊടുന്നു. ആയുധമല്ല, ശക്തി നിന്നെ തൊടുന്നു. ആയുധമല്ല, ശക്തി നിന്നിൽ നിറയുന്നു. ഹോ ഈ ശക്തി ഞങ്ങളുടെ വീടുകൾക്കകത്ത് നിറയട്ടെ. ഈ ശക്തി ഞങ്ങളുടെ തലമുറകളുടെ മേൽ നിറയട്ടെ. ഈ ശക്തി ഞങ്ങളുടെ ഉള്ളത്തിൽ നിറയട്ടെ. ഈ ശക്തി ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ മേൽ നിറയട്ടെ. ഈ ശക്തി ഞങ്ങൾക്ക് ജന്മം തന്നവരുടെ മേൽ നിറയട്ടെ. ഈ ശക്തി ഞങ്ങളുടെ പട്ടണത്തിൽ നിറയട്ടെ. ഈ ശക്തി ഞങ്ങളുടെ പ്രദേശത്ത് നിറയട്ടെ. ഈ ശക്തി ഞങ്ങളുടെ ഭവനത്തിനകവും പുറവും നിറയട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾക്കെതിരെ പടയൊരുങ്ങിയിരിക്കുന്ന സകല ശത്രുക്കളുടെ മേലും ഈ ശക്തി വ്യാപരിക്കട്ടെ. Glory, glory, glory. Holy Spirit, ഞങ്ങൾ സമർപ്പിക്കുന്നു നാഥ. ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു നാഥ. ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു നാഥ. നിൻ സാന്നിധ്യം മതി കർത്താവേ. നിൻ സാന്നിധ്യം മതി. നിന്റെ സാന്നിധ്യം മതി അപ്പ. ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. നിന്റെ സാന്നിധ്യം മതി കർത്താവേ. ഞങ്ങൾ ആ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആ ദൈവകൃപയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആ ദൈവശക്തിയിൽ വിശ്വസിക്കുന്നു. പപ്പാ, we love you Lord. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചിരിക്കയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.